السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهادي وعبدت ربك حتى أتاك اليقين، فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمته يا خير خلق الله، أما بعد. വളരെയേറെ ബഹുമാനവും സ്നേഹവുമുള്ള നമ്മുടെ ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷനും ദക്ഷിണ കന്നഡ ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ കോശാധികാരിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്തങ്ങൾ, കർണാടക ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കേസിറോഡ് ഉസ്താദ്, മറ്റുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നാം ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായി നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദക്ഷിണ കന്നഡ ജില്ലാ ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിച്ച ഈ ഖതീബ് സമാവേശ അൽഹംദുലില്ലാ നമ്മുടെ ഹാൾ നിറഞ്ഞ് ഇരിക്കാനുള്ള സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അൽഹംദുലില്ലാ. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നിശ്ചയിച്ച സമയത്തിനേക്കാൾ മുമ്പ് തന്നെ നാം പരിപാടി നമുക്ക് തുടങ്ങാൻ സാധിച്ചു. വളരെ കൃത്യസമയത്തോടുകൂടെയാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. ഖതീബ് സമാവേശ എന്ന ഈ ഒരു മഹത്തായ സംഗമം സംഘടിപ്പിക്കാനുള്ള കാരണം നേരത്തെ സ്വാഗതത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. മഹല്ലുകളിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മഹല്ലുകളിൽ നടക്കുന്ന ദീനിയായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ആ നാട്ടിലെ ഖതീബ്. സാധാരണക്കാരായ ആളുകളെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും, സന്തോഷത്തിന്റെ വേളയിലും ദുഃഖത്തിന്റെ വേളയിലും അവരുമായി ഇടപെടുന്ന ആളാണ് ഒരു നാട്ടിലെ ഖതീബ്. സന്തോഷത്തിന്റെ ഒരു കല്യാണം നടക്കുമ്പോഴും അന്നതിന് കാർമ്മികത്വം വഹിക്കുന്നതും അത് നടത്തിക്കൊടുക്കുന്നതും ഖതീബാണ്. ഒരു സുന്നത്ത് കല്യാണം നടക്കുമ്പോൾ അവിടെ മൗലിദിന് നേതൃത്വം കൊടുക്കുന്നത് ഖതീബാണ്. മരിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ദുആയും 3-ന്റെയും 7-ന്റെയും 40-ന്റെയും ഒക്കെ ദുആകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും തൽഖീനും ദുആക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ നാട്ടിലെ ഖതീബാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ ദുആരന്ന് കൊടുക്കുന്നത് ഖതീബാണ്. വീടിന് കുറ്റിയടി കർമ്മം നിർവഹിക്കുന്നത് നാട്ടിലെ ഖതീബാണ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാ ഘട്ടങ്ങളിലും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഖതീബ്. ഒരു കുടുംബത്തിന്റെ ഒരു അംഗം പോലെയാണ്, ഒരു നേതാവിനെ പോലെയാണ് ഒരു ഖതീബിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ നാട്ടുകാർ, മഹല്ലത്തിലെ ആളുകൾ ഒരു മാതൃകാ പുരുഷനായിട്ടാണ് ഒരു ഖതീബിനെ കാണുന്നത്.
അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അവരുടെ തെളിവുകൾ ഖുർആനോ ഹദീസോ അല്ല. അവർക്ക് നാട്ടിലെ ഖത്തീബ് ഉസ്താദാണ്. ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ ചെയ്തു. ഇതാണ് നാടന്മാരായ ആളുകളെ, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തെളിവും അവരുടെ ഹുജ്ജത്തുമാണ് നാട്ടിലൊരു ഖത്തീബ്. അവർക്ക് കിതാബ് അറിയില്ല, കിതാബ് പഠിച്ചവരല്ല, തുഹ്ഫയോ ഫത്ഹുൽ മുഈനോ നിഹായോ ഒന്നും അവർക്കറിയില്ല. അവർക്ക് എല്ലാം ഉള്ളത് നാട്ടിലെ ഖത്തീബാണ്. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വവും ജവാബ്ദാരിയും സൂക്ഷ്മതയും പാലിക്കേണ്ട ഒരു വ്യക്തിയാണ് നാട്ടിലെ ഖത്തീബ്. അതുപോലെ ഖത്തീബുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സേവനമനുഷ്ഠിക്കുന്ന മറ്റ് ആളുകളും വളരെ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് മഹല്ലത്തുകളിൽ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ. എനിക്കിന്ന് നൽകിയ വിഷയം ആത്മീയ മജ്‌ലിസുകളും ഇപ്പോൾ നടക്കുന്ന ചില ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റാണ് എനിക്കിവിടെ ജില്ലാ ജമിയത്തുൽ ഉലമ സൂചിപ്പിച്ചത്. ആത്മീയ മജ്‌ലിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും മൗലിദും കുതുബിയത്തും അങ്ങനെ തുടങ്ങിയുള്ള മജ്‌ലിസുകൾ, ഈ മജ്‌ലിസുകളുടെ ആദാബുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യമായി മൗലിദ് എന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മൗലിദ് നാം വളരെ ബഹുമാനത്തോടുകൂടെ കാണുന്ന ഒരു കാര്യമാണ്, കാണേണ്ടതുമാണ്. പക്ഷേ നമ്മുടെ ചില ആളുകളുടെ ചില മോശമായ ഇടപെടലുകളും ചില മോശമായ ശൈലികളെ കൊണ്ട് ആളുകൾ മൗലിദിനെ വെറുക്കുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിക്കരുത്. നാം തന്നെ അതിന്റെ മൂല്യവും ബഹുമാനവും ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു കാരണക്കാരായി മാറരുത്. മൗലിദ് എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു കാര്യമാണ്, വളരെ ബഹുമാനമുള്ളതാണ്, ഒരുപാട് ഫലങ്ങളുള്ളതാണ് എന്ന് അതിന്റെ ബഹുമാനവും മഹത്വവും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടവരായ നമ്മൾ നമ്മുടെ തരക്കുകളെ കൊണ്ടും നമ്മുടെ കസില് കൊണ്ടും നാം അതിന്റെ പല ശൈലികൾ മാറ്റി അതിനൊരു ബഹുമാനമില്ലാത്ത വിധത്തിലേക്ക് നാം എത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയം കുറെ ഇങ്ങനെ നീട്ടി പറയാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഷോർട്ടാക്കുകയാണ്. നാം ചില ആദാബുകൾ മൗലിദിന്റെ സദസ്സുകളിൽ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. അത് സുന്നത്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഒരു ഫർള് പോലെ അതിനെ കാണുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോഴേക്കാണ് ആളുകൾ നമ്മെ അനുകരിക്കുന്നത്. മൗലിദ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന വിധത്തിൽ ആളുകൾ ധരിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് നാം കൊണ്ടുപോകരുത്. കൂടുതൽ പണം കിട്ടുകയാണെങ്കിൽ ഒരു ശൈലി, പണം ഒരൽപ്പം കുറവാണെങ്കിൽ വേറൊരു ശൈലി, അങ്ങനെ ആക്കരുത്. നാം പലപ്പോഴും ശമ്പളം കുറവാണെങ്കിൽ ഇത്തരം ചില ആത്മീയ സദസ്സുകളിലൂടെ നമ്മുടെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ട് എങ്കിലും നാം അതിനെ ഒരു സാമ്പത്തിക വരുമാനത്തിന്റെ മാർഗമായി നാം കാണാനേ പാടുള്ളതല്ല. ഒരിക്കലും അങ്ങനെ ഒരു നമ്മുടെ ശമ്പളക്കുറവിന് ഒരു പര്യായമായ മാർഗമായി മൗലിദുകളെയോ ആത്മീയ മജ്‌ലിസുകളെയോ നാം ഒരിക്കലും കാണാൻ പാടുള്ളതല്ല. അതൊരു ആത്മീയ മജ്‌ലിസായി കാണണം, ആഖിറത്തിലേക്കുള്ള ഒരു പുണ്യകർമ്മമായി നാം കാണുകയും വിലയിരുത്തുകയും വേണം. അതുകൊണ്ട് തന്നെ അതിന്റെ ചില ആദാബുകൾ
സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാന്മാരായ അയിമ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസുകൾ അഥവാ മൗലിദ്, ഞാനിപ്പോൾ ഇവിടെ മൗലിദിന്റെ തെളിവുകൾ വഹാബികൾക്ക് റദ്ദായിക്കൊണ്ടുള്ള തെളിവുകളല്ല ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സമയവുമില്ല, അവസരവുമല്ല. ഞാൻ ചില അതിന്റെ മര്യാദകൾ സൂചിപ്പിക്കുകയാണ്. മഹാന്മാരായ അയിമ്മത്തുകൾ ഉസൂലുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ധാരാളം ഉസൂലുൽ ഹദീസിന്റെ കിതാബുകൾ കാണാൻ കഴിയും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ തദ്രീബുർ റാവി, ഇമാം സഖാവിയുടെ ഫത്ഹുൽ മുഗീസ്, അങ്ങനെ തുടങ്ങി നിരവധി മുസ്തലഹാത്തിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകൾ വായിക്കുമ്പോൾ ഒരു ഹദീസിന്റെ മജ്ലിസുകളിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെയും മൗലിദിന്റെ മജ്ലിസുകളിലും നാം പാലിക്കണം. ഇമാം ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ ഒരു സ്ഥലത്ത് അത് പറയുന്നു. ഞാൻ പിന്നീട് അതിന്റെ ഇബാറത്ത് വായിക്കാം. ഈ എടുക്കുന്ന ക്ലാസിന്റെ മാറ്റർ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു. ആരും വേണമെന്ന് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഗ്രൂപ്പിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാമെന്ന്. പക്ഷെ ആരും ആവശ്യപ്പെടാത്തത് കൊണ്ട് എടുത്തിട്ടില്ല എന്നുള്ളൂ. ഇരിക്കട്ടെ. ഒന്നാമതായി മൗലിദിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോൾ കുളിക്കൽ സുന്നത്താണ്. കുളിച്ചു പോകൽ സുന്നത്താണ്. നാം ആദ്യമായി മനസ്സിലാക്കിയിരിക്കണം, ഈ പോകുന്നത് മുത്തുനബിയുടെ ഒരു മജ്ലിസിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സാന്നിധ്യമുള്ള ഒരു മജ്ലിസാണ് മൗലിദിന്റെ മജ്ലിസ്. വഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യ. ധാരാളം ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം കഹുർമതിഹി ഹയ്യ, വഫാത്തിന്റെ ശേഷമുള്ള ബഹുമാനം ജീവിത കാലഘട്ടത്തിൽ എങ്ങനെയാണോ മുത്തുനബിനെ ബഹുമാനിക്കേണ്ടത് അതേ പ്രകാരം വഫാത്തിന്റെ ശേഷവും ബഹുമാനം കൊടുക്കണം. അതുകൊണ്ട് മൗലിദിന്റെ മജ്ലിസ്, അത് മൗലിദിന്റെ മജ്ലിസ് മാത്രമല്ല, ഏത് ആത്മീയ മജ്ലിസുകളിലേക്കും ഖൈറിന്റെ ഏത് മജ്ലിസിലേക്ക് പോകുമ്പോഴും കുളിക്കൽ സുന്നത്തുണ്ടെന്ന് നമ്മുടെ ഫിഖഹിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, വഇൻദ കുല്ലി മജ്മഇൻ മിൻ മജാമിഇൽ ഖൈർ, തുഹ്ഫ 2469. ഖൈറിന്റെ ഏത് മജ്ലിസിലേക്ക് പോകുമ്പോഴും കുളിക്കൽ സുന്നത്തുണ്ട്. തഅല്ലുമു തഅലീമിന് വേണ്ടി പോകുമ്പോഴും കുളിക്കൽ സുന്നത്തുണ്ട്. വഅലിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോഴും കുളിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ മൗലിദിന്റെ മജ്ലിസുകളിലേക്ക് നാം പോകുമ്പോഴും കുളിക്കൽ സുന്നത്തുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ 2469, ഇമാം റംലി അവിടുത്തെ നിഹായ 2332, ഇമാം ഖതീബ് ശിർബിനി മുഗ്നി 1559 രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അതുകൊണ്ട് കുളിക്കൽ സുന്നത്താണ്. രണ്ടാമത്തെ കാര്യം, ഒരു ആത്മീയ മജ്ലിസിലേക്ക് നാം പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മൗലിദിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോൾ പല്ല് തേക്കലും വായ വൃത്തിയാക്കലും സുന്നത്താണ്. അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, നേരത്തെ ഞാൻ പറഞ്ഞ മുസ്തലഹാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒട്ടുമിക്ക ഇമാമിങ്ങളും രേഖപ്പെടുത്തിയതാണ്. കാരണം ഈ തൊള്ളയിലൂടെ വായിക്കുന്നത് നബിയുടെ ഹദീസാണ്, അല്ലെങ്കിൽ നബിയുടെ മദ്ഹുകളാണ്. അതുകൊണ്ട് തന്നെ ആ മദ്ഹുകൾ ഉച്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമായിലുകളും അവിടുത്തെ ഔസാഫുകളും ഒക്കെ ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചരിക്കുന്ന വായ വൃത്തിയുണ്ടാകണം. പല്ല് തേക്കൽ സുന്നത്തുണ്ട്. ഇമാം സമആനിയുടെ അദബുൽ ഇംലാഇ വൽ ഇസ്തിംലാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിന് തെളിവ് കൊടുത്തുകൊണ്ട്, ഹദീസുകൾ തെളിവ് കൊടുത്തുകൊണ്ട് അത് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് ഇമാം സമആനി വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, മൗലിദിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോഴും ഹദീസിന്റെ
മജ്ലിസുകളിലേക്ക്, ഒരു ഹദീസ് ക്ലാസ്സിലേക്കും ഒക്കെ പോകുമ്പോൾ അതെല്ലാം നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മജ്ലിസുകളാണ്. ആ പോകുന്ന സമയത്ത് കയ്യിൽ നഖം വെട്ടിയിട്ടില്ലെങ്കിൽ, മുറിച്ചിട്ടില്ലെങ്കിൽ അത് മുറിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിന് ഇമാം സംആനി അവിടുന്ന് ഒരു ഹദീസ്, ഒരു സംഭവം തെളിവായി കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ഫറൂഖ് അബിൽ വാസിൽ എന്ന് പറയുന്ന ആള്, അദ്ദേഹം പറയുന്നു, അതൈതു അബാ യൂസുഫ്, ഞാൻ അബൂ യൂസുഫ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി, ഖാളി അബൂ യൂസുഫിന്റെ അടുത്ത്. ഫസ്വാഫഹതുഹു, മഹാനവറുകൾക്ക് ഞാൻ കൈ മുസാഫത്ത് നടത്തി. ഫറആ ഫീ അൽഫാരി തൂലൻ, അപ്പോൾ എന്റെ കൈയിന്റെ നഖം ഒരൽപ്പം നീളമായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ മഹാനായ ഖാളി അബൂ യൂസുഫ് പറഞ്ഞു, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. ഫസഅലഹു അൻ ഖബരിസ് സമാഇ, അങ്ങനെ വന്നു ആകാശത്തിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ചോദിച്ചു. അല്ലാഹു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഹദീസ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, യസ്അലുനി അഹദുകും അൻ ഖബരിസ് സമാ, എന്നോട് ഹദീസ് ചോദിക്കുകയാണ് ചില ആളുകൾ. വയദഉ അൽഫാറഹു കഅൽഫാരി ത്വയ്ർ, അവന്റെ കൈയുടെ നഖമാണെങ്കിലോ പക്ഷികളെ നഖം പോലെയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് ശകാരിച്ചു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുഹദ്ദിസുകൾ പറഞ്ഞു, ഹദീസിന്റെ മജ്ലിസുകളിലേക്കും നബിയുടെ ശമായിലുകൾ പറയുന്ന മജ്ലിസിലേക്ക് പോകുമ്പോൾ കൈനകം വെട്ടിയിട്ടില്ലെങ്കിൽ, മുറിച്ചിട്ടില്ലെങ്കിൽ അത് കട്ട് ചെയ്യണം. നാലാമത്തെ കാര്യം, ഞാനൊന്ന് ഷോർട്ടായിട്ട് ഓരോന്നിങ്ങനെ വായിച്ചു പോകുന്നു. നാലാമത്തെ കാര്യം, മൗലിദിന്റെ മജ്ലിസിലേക്ക് പോകുന്ന വേളകളിൽ നമുക്ക് ഉളു ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഉളു എടുത്ത് പോകണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാറിൽ പറഞ്ഞു, യംബഗി അൻ യകൂന ദാകിറു അലാ അക്മലിസ് സിഫാത്ത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞതാണ്, ഒരു ദിക്ർ ചൊല്ലുന്ന, മൗലിദുകളൊക്കെ ദിക്റിന്റെ വ്യാപ്തിയിൽ വരുന്നതാണ്, ദിക്ർ ചൊല്ലുന്ന ആള് ഏറ്റവും അക്മലായ സിഫത്തിൽ ഉണ്ടായിരിക്കണം, പരിപൂർണമായ സിഫത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഇമാം ഇബ്നു ഹജർ തങ്ങൾ ശറഹ് ബാഫുലിൽ പറഞ്ഞു, വയുസന്നുൽ ഉളു സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്, വലി ഖിറാഅത്തിൽ ഖുർആനി, ഖുർആൻ ഓതാൻ ഉളു സുന്നത്താണ്, വൽ ഹദീസി, ഹദീസ് വായിക്കുമ്പോഴും ഉളു സുന്നത്താണ്, വ സമാഇഹിമാ, അതിന് കേൾക്കാൻ വേണ്ടിയും ഉളു സുന്നത്താണ്, വ ദിക്രി, ദിക്റിനും സുന്നത്താണ് എന്ന് പറഞ്ഞെടുത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മൗഹിബയിൽ പറയുന്നു, ഇമാം തുർമുസി പറയുന്നു, വൽ ഹദീസി, ഹദീസിന് വേണ്ടി ഉളു എടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞത് ഇജ്ലാലൻ ലി കലാമി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ബഹുമാനിച്ചിട്ടും ആദരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഉളു സുന്നത്താണെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശമായിലുകളും മഹത്വങ്ങളും പറയുന്ന വേദിയാണല്ലോ മൗലിദിന്റെ മജ്ലിസ്. അതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്ത് ഉളു ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നിട്ട് ദിക്ർ എന്ന വാചകം വിശദീകരിച്ചുകൊണ്ട് മൗഹിബയുടെ മുസന്നിഫ് വിശദീകരിക്കുന്ന ബി ജമീ അൻവാഇഹി, ദിക്റിന്റെ എല്ലാ ഇനങ്ങളും, അത് മിനത്ത് തഹ്ലീലി വ തസ്ബീഹി വൽ ഇസ്തിഗ്ഫാർ വഖദ സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ദിക്ർ, ഇസ്തിഗ്ഫാർ, തഹ്ലീലി, നബിയുടെ സ്വലാത്ത്, അതുപോലെ ശമായിലുകൾ പറയുന്നത് എല്ലാത്തിലും ഉളു എടുക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ വാചകം വിശദീകരിച്ചുകൊണ്ട് മൗഹിബ അതിനെ വിശദീകരിക്കുകയാണ്. ഇമാം സുയൂത്തി അവിടുത്തെ തദ്രീബുർ റാബിയിൽ പറയുന്നു, വയുസ്തഹബ്ബു ലഹു ഇദാ അറാദ ഹുദൂറ മജ്ലിസി തഹദീഥി അൻ യതതഹറ ബിഗുസ്ലിൻ വവുളൂഇൻ വയതതയ്യബ വയതബഖറ വയസ്താക കമാ ദക്കറഹു ഇബ്നു സംആനി. ഇമാം സുയൂത്തി തദ്രീബുർ റാബിയിൽ പറയുന്നു, ഹദീസിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോഴും കുളിക്കലും ഉളുവെടുക്കലും അത്തർ തേക്കലും അവിടെ സുഗന്ധം പുകയിപ്പിക്കലും പല്ല് തേക്കലും ഒക്കെ സുന്നത്തുണ്ട് എന്ന് ഇമാം സുയൂത്തി അവിടുത്തെ തദ്രീബുർ റാവി 231 രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ളിറാർ ഇബ്നു മുറത്ത് പറയുന്നു, കാനു യക്റഹൂന അൻ യുഹദ്ദിസു അല്ലെങ്കിൽ അൻ യുഹദ്ദസു അലാ ഗൈരി തുഹുരിൻ, ശുദ്ധിയില്ലാതെ ഹദീസ് പറയാനോ ഹദീസുകൾ കേൾക്കുന്നതിനെയും ഒക്കെ അവർ വെറുത്തിരുന്നു. മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങൾ വെറുത്തിരുന്നു, അഥവാ കറാഹത്തായി കണ്ട കാര്യമാണ് എന്ന് ഇമാം സുയൂത്തി തദ്രീബുർ റാവിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
അഞ്ചാമത്തെ കാര്യം, നാം ഇത്തരം മജ്‌ലിസിലേക്ക് പോകുമ്പോൾ പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് പൊതുവേ ഉലമാ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മജ്‌ലിസിൽ മാത്രമല്ല. അത്തജമ്മുലു, നല്ല ഭംഗിയുള്ളവനാവുക എന്ന് പറഞ്ഞാൽ, ഭംഗി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മുഖത്തിന്റെ ഭംഗി അള്ളാഹ് കൊടുത്തതേ ഉണ്ടാവുള്ളൂ, അതിനെ മാറ്റാൻ കഴിയില്ല. അതേസമയം അവന്റെ ഹൈഅത്ത്, അവന്റെ വസ്ത്രധാരണ, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, നല്ല സീനത്ത് ഉണ്ടാക്കുക, ഇത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, തുസന്നുൽ ഇമാമത്തു ലിസ്വലാ, നിസ്കരിക്കുമ്പോൾ തലയെക്കെട്ട് കുട്ടൽ സുന്നത്തുണ്ട്. തൊപ്പി വെക്കുകയല്ല, തലയെക്കെട്ട് സുന്നത്താണ്. അദ്ദേഹം പറയുന്നു, ഒന്ന് നിസ്കാരത്തിന് വേണ്ടിയും ഒലി കസ്തി തജമ്മുലി, തജമ്മുലിന്റെ ഉദ്ദേശത്തിലും തലയെക്കെട്ട് കെട്ടൽ സുന്നത്താണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം തജമ്മുല് വളരെ അനിവാര്യമാണെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ തന്നെ പറയുന്നുണ്ട്. ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഷർവാനി തുഹ്ഫയുടെ ഹാഷയിൽ പറയുന്നു, ഐ ഫീ ഹുദൂരിൽ മസ്ജിദി ജുമുഅത്തി വൽ മസ്ജിദി വ മജാമിഇൻ നാസ്, പള്ളിയിലേക്ക് പോകുമ്പോഴും ജുമുഅക്ക് പോകുമ്പോഴും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഭംഗിയോടുകൂടെ പോകുന്നത് പ്രത്യേകം സുന്നത്താണെന്ന് ഇമാം ഷർവാനി തുഹ്ഫയുടെ വാചകം വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇബാറത്താണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയിൽ 3-ാം വാള്യം കിതാബുൽ ലിബാസ് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. കിതാബുൽ ലിബാസ്, സലാത്തുൽ ഈദൈന്റെ ശേഷം ഒരു അധ്യായം കൊടുക്കുന്നു ഇബ്നു ഹജർ തങ്ങൾ. ബാബുൽ ലിബാസ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊടുക്കുന്നുണ്ട്. വസ്ത്രധാരണയെ പറ്റി തുഹ്ഫയിൽ ഒരു അധ്യായമുണ്ട് 3-ാം വാള്യത്തിൽ. അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വയുസന്നു ലികുല്ലി അഹദിൻ, ഓരോരുത്തർക്കും സുന്നത്താണ് എന്ന് മാത്രമല്ല, ബൽ യതഅക്കദു അലാ മൻ യുഖ്തദാ ബി, തുടരപ്പെടുന്ന ഉലമാക്കളെ പോലെയുള്ള ആളുകൾ, നേതാക്കളായ ആളുകൾ, അവർക്ക് വളരെ ബലമായ സുന്നത്താണ് തഹ്സീനുൽ ഹൈഅത്തി, അവന്റെ ഹൈഅത്തിനെ മെച്ചമാക്കൽ. ഒരു നാട്ടിന്റെ ഖതീബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്തദാബിഹിയായ ആളാണ്. അങ്ങനെയുള്ള മുഖ്തദാബിഹിയായ ആള് അവന്റെ ഹൈഅത്ത് വളരെ ഉത്തമമാക്കൽ സുന്നത്താണ്. കാമ്പാരിനെ പോലെ ഇരിക്കരുത് അല്ലേ? ചളി പിടിച്ച വസ്ത്രം, ഒരു വസ്ത്രം ഒരാഴ്ച ഒരു ജുമാക്ക് നമ്മൾ ഡ്രസ്സ് മാറ്റിയാ പിന്നെ അടുത്ത ജുമാ വരെ അതന്നെ ഇടുള്ളൂ അല്ലേ? അലക്കാൻ മടിയാണ്. അപ്പൊ ഒരാഴ്ചക്കാലം അതിനെന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു ബനിയൻ ഇട്ടാ പിന്നെ ഒരാഴ്ചക്കാലം അതിനെ മാറ്റൂല. ഇങ്ങനെ നമ്മൾ ആകരുത്. തഹ്സീനുൽ ഹൈഅത്ത് അത് കിബ്റല്ല, അതൊരിക്കലും അഹങ്കാരല്ല. ഹൈഅത്ത് മെച്ചമാക്കുക. എന്നിട്ട് അടുത്ത ഇബാറത്തുകൾക്ക് ശ്രദ്ധിച്ചോ, വൽ മുബാലഗതു ഫി തജമ്മുലി വൻ നളാഫ. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫന്റെ വാക്കാണ്. വൽ മുബാലഗതു ഫി തജമ്മുലി, ഭംഗിയാകുന്ന വിഷയം ഭംഗിയാകണമെന്നല്ല പറയുന്നത്, ഭംഗിയിൽ മുബാലഗത്ത് കാണിക്കൽ സുന്നത്ത് എന്നാ പറയുന്നത്. വൽ മുബാലഗതു ഫി തജമ്മുലി. അപ്പൊ അതുകൊണ്ട് ഒരു ഉസ്താദ് നല്ല വസ്ത്രം, നല്ലൊരു കമീസ്, നല്ലൊരു നീറ്റായ ഒരു കമീസും നല്ലൊരു തലയെക്കെട്ടും നല്ലൊരു വാച്ചും നല്ലൊരു ഷൂ ഇട്ട് വരുമ്പോ നോക്ക് നമ്മ ചില ആളുകാരാണ് നോക്കുന്നുണ്ട്, കത്ത് നോക്കില്ല. ഇപ്പൊ വലിയ ആള്, നമുക്ക് ജാതിക്ക് ജാതി പക എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഏതെങ്കിലും ഒരു ഉസ്താദ് നല്ല ഡ്രസ്സ് ഇടുന്ന കാണുമ്പോ നമുക്ക് തന്നെ ആന്നില്ല അസൂയ തോന്നുകയാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഇമാം ഷാറാനി അവിടുത്തെ യവാഖീത്തിൽ പറയുന്നുണ്ട്, ഒരാളും മറ്റൊരാളുടെ വസ്ത്രത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന്. ഒരാളെ വസ്ത്രം, ഒരു നല്ല വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒരാളെയും നാം ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ഇമാം ഷാറാനി യവാഖീത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാൾ നല്ല മുന്തിയൊരു കമീസ്, നല്ലൊരു മുന്തിയ വാച്ച്, നല്ലൊരു മുന്തിയ ഷൂ, നല്ല തലയെക്കെട്ടൊക്കെ ധരിച്ച അയാളെ വരുമ്പോ അവൻ കിബ്രനാണ് എന്ന് നാം ഒരിക്കലും വിലയിരുത്തരുത്. അവൻ ചിലപ്പോ മുഖ്തദാ ബിഹിയായ ആളാണ് എന്നല്ല, അയാൾ നല്ല വസ്ത്രം ധരിക്കും, അത് ചെയ്യണം. തജമ്മുലിൽ മുബാലഗത്ത് കാണിക്കൽ സുന്നത്താണ്. വൃത്തിയിലും മുബാലഗത്ത് കാണിക്കൽ സുന്നത്താണ്. എന്നിട്ട് പിന്നെ കമ്പൈനിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ആക്കും അല്ലെ? ഒരാഴ്ചക്കാലം അതിന് തന്നെ. അങ്ങനെ നാം ആകരുത്. വൃത്തിയിൽ നമ്മുടെ വസ്ത്രം മാത്രമല്ല, നമ്മുടെ റൂമും
പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കട്ടിലിരിക്കുന്ന ബെഡ്ഷീറ്റ് ജോലിക്ക് പോയത് മുതൽക്ക് ജോലി നിന്ന് മാറുന്നത് വരെ അതിനെ മാറ്റാറില്ല അല്ലേ? പണി അവിടുന്ന് പോകുമ്പോഴാണ് പിന്നെ മാറ്റുന്നത്. അത് പിന്നെ കമ്മിറ്റിക്കാരായിരിക്കും, ഉസ്താദ് അത് വേണ്ട, എനിക്ക് പുതിയത് കൊണ്ട് തരാമെന്ന്. അങ്ങനെ റൂമിൽ പോയാൽ കുറെ ബണ്ണാത്തിന്റെ വില ഉണ്ടാവും. അവിടെ അതും ഇതും മൂലയിൽ മണ്ണ് മസങ്ങ് കുറെ ബുത്തിയിൽ വന്നിട്ടുണ്ടാവും. ബുത്തിന്റെ പാതി ഇവിടെ ഉണ്ടാവും, വേറെ കുറച്ച് അവിടെ ഉണ്ടാവും, എറുമ്പുണ്ടാവും, കുറെ ഇങ്ങനെ വൃത്തികേട്. ആളുകൾ വെറുക്കുന്ന വിധത്തിൽ നമ്മളെ റൂമാകരുത്. നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിന്റെ ജഡ്ജാണ് ഖത്തീബ്, നാട്ടിന്റെ ഒരു നേതാവാണ്, മാതൃകാ പുരുഷനാണ്. നമ്മുടെ വസ്ത്രവും നമ്മുടെ റൂമും വൃത്തിയായിരിക്കണം. അതൊരു കാമ്പാരി പോലെ ആകരുത്. വൽ മൽബൂസി ബിസായിരി അൻവാഇഹി, അവന്റെ എല്ലാ വസ്ത്രങ്ങളിലും വൃത്തിയും തജമ്മുലിലും മുബാലഗത്ത് കാണിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ 3-ാം വാള്യം 307-ാമത്തെ പേജിൽ പറയുന്നു. മാത്രമല്ല അവിടെ തന്നെ ഇമാം ഷാറാനി വിശദീകരിക്കുന്നു. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നു, വഅഖദൽ ഉലമാഉ മിമ്മാ ദുകിറ, ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പിടിച്ചിട്ടുണ്ട്, അന്നഹു യംബഗി അൻ യകൂന ലിൽ ഉലമാഇ ശിആറുൻ മുഖ്തസും ബിഹിം, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമുള്ള ഒരു ഷിആർ, ഒരു വസ്ത്രധാരണം ഉണ്ടാകണം. ഒരു നാടന്മാരെ ശൈലിയിൽ നമ്മുടെ തലയെക്കെട്ടും നമ്മുടെ കമീസും ഒരു നാടന്റെ പോലെ ആകരുത്. ഉലമാഇന് മാത്രം ഒരു പ്രത്യേകമായ ഷിആർ ഉണ്ടാകണം. ലിയുറഫു, അവര് ഉലമാ ആണ്, ആലിമാണെന്ന് അറിയപ്പെടാനും, ഫയുസ്അലു, എന്നിട്ട് ദീനിന്റെ കാര്യങ്ങൾ അവരോട് ചോദിക്കപ്പെടാനും, വലിയുതമസ്സല മാ അമറൂ ബിഹി ഔ നഹൗ അൻ, അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് സ്വീകരിച്ച് നടപ്പിൽ വരുത്താനും, വിരോധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കാനും അവന് അതിൻ്റെതായ വഖാറും ഗാംഭീര്യവും ഒക്കെ ഉണ്ടാവണം. ഒരു കാമ്പാരി പോലെ ഒരു കുയ്യന്റെ പോലെ ആക്കിയെങ്കിൽ ആര് പറഞ്ഞു കേൾക്കും? അല്ലേ? ഖത്തീബിനോ കാണുമ്പോൾ ഒരു കുയ്യ, ഈ കുയ്യന്റെ പോലെ ആക്കിയെങ്കിൽ ആളുകൾ പറഞ്ഞത് കേൾക്കൂല. ബടവണ മാത്തു ഇടയിൽ പോയിത്തു എന്ന് കന്നഡത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ വാക്ക് ആരും സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലും പറയുന്നു, ഫതാവുൽ കുബറയിലും അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അബ്ദുസ്സലാം ഹറമിൽ ഒരു ഹജ്ജിന് പോയപ്പോ മൂപ്പരിങ്ങനെ സാധാ ഡ്രസ്സിലുണ്ടായിരുന്നു, ഇഹ്റാമിന്റെ ഡ്രസ്സിലുണ്ടായിരുന്നു. അപ്പൊ മൂപ്പർ അവിടെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിരുന്നു. നോക്കുമ്പോ ആരും മൂസുന്നില്ല. ഇബ്നു അബ്ദുസ്സലാം തന്നെ സുൽത്താൻ ഉലമയാണ്, വലിയ മഹാപണ്ഡിതനാണ്. ആരും കെയർ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, ഒരു മനുഷ്യന് വരുന്നുമില്ല. അപ്പൊ മൂപ്പര് അയാളെ പരിചയത്തെ ഒരാളോട് പറഞ്ഞു, ഇപ്പൊ ആളുകൾക്കൊന്നും ഇൽമു വേണ്ട കേട്ടോ, ഒരു മനുഷ്യനും ഇരിക്കുന്നില്ല. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെങ്കിൽ ആര് വരും നിങ്ങളടുത്തേക്ക്? ഈ കോലത്തിലിരുന്ന് ആര് വരും? നിങ്ങൾ ഇൽമു ആര് കേൾക്കാനാ? നിങ്ങൾ നല്ല ഡ്രസ്സിങ്ങിൽ മാറ്റിയിട്ട് നല്ല കമീസും നല്ല തലയെക്കെട്ടും ഗാംഭീര്യമുള്ള ഡ്രസ്സ് ധരിച്ചു വാ. അങ്ങനെ മഹാനവർകൾ കമാ വഖഅ ഇബ്നു അബ്ദുസ്സലാം അന്നഹും ലം യംതസിലു ഖൗലഹു ഹത്താ തഹല്ലല വലബിസ ശിആറൽ ഉലമാ, മഹാനവർകൾ ഡ്രസ്സ് മാറ്റി നല്ല ഘനഗാംഭീര്യമുള്ള വസ്ത്രം ഡ്രസ്സ് ധരിച്ചിരുന്നപ്പോ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി ഇൽമു കേൾക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് കേൾക്കുകയും അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഗാംഭീര്യത്തിലിരിക്കണം. അല്ലാതെ കാമ്പാരി പോലെ ഇരുന്നെങ്കിൽ ആളുകൾ മൂസൂല ഈ കാലഘട്ടത്തിൽ. നമുക്കൊക്കെ പിന്നെ ഈ ഡ്രസ്സും മാറ്റാനൊക്കെ നമ്മുടെ മടി നമ്മളെ മാറ്റാൻ സമ്മതിക്കൂല. അലക്കാനും മടി, എല്ലാത്തിനും മടിയല്ലോ. അങ്ങനെ ആകരുത്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇത് പൊതുവെ ഉലമാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, ഉസ്താദ് അവർ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, എല്ലാ പണ്ഡിത ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സമയത്തും ഉസ്താദ് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, എല്ലാവരും കമീസ് ധരിച്ച് നല്ല തലയെക്കെട്ട് കെട്ടി ആ ഗാംഭീര്യത്തോടുകൂടി വരണമെന്ന്. ഈ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഏത് ക്യാമ്പ് നടക്കുന്ന സമയത്തും ഉസ്താദ് പ്രത്യേകമായി നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? എല്ലാ ക്യാമ്പിലും പറയും. എന്തുകൊണ്ട്? അത് ഉലമാഇന്റെ ശിആറാണ്. ഉലമാഇന്റെ ശിആർ കാത്തു സൂക്ഷിച്ച് നിങ്ങൾ നോക്ക്. ഞാൻ ഒരു പോലീസ് ഓഫീസർ അവന്റെ ഡ്രസ്സിൽ വരുമ്പോ ആളുകൾ എന്താവുള്ളൂ, അവനെ ഓഫീസറായി കാണുള്ളൂ, പേടിക്കുള്ളൂ. അവനൊരു കമ്പായി കൊടുത്തിട്ട് വന്നെങ്കില ആറിലെ നീക്കുവരും അല്ലേ?
ആരും മൈൻഡ് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഷിആർ നാം കാത്തു സൂക്ഷിക്കണം. അതൊരിക്കലും അഹങ്കാരമോ കിബിറോ അല്ല. കിബിർ എന്ന് പറഞ്ഞാൽ ബതുറുൽ ഹഖി വ ഗംതുന്നാസ്, അതാണല്ലോ കിബിർ. ഇത് കിബിറല്ല. ഇത് ആളുകൾ, ഒരു മുഖ്തദാ ബിഹിയായ ഒരാള്, അവന്റെ വാക്കിന് സ്വീകാര്യത ഉണ്ടാകണം. അപ്പോഴേ ഇവിടെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ, ഈ സമൂഹത്തിനെ നന്നാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ വാക്കുകൾക്ക് സാധാരണക്കാരായ ആളുകൾ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ദീൻ എങ്ങനെയാണ് നമ്മൾ പ്രബോധനം നടത്തുന്നത്? ആര് നമ്മുടെ വാക്കുകൾ ഉൾക്കൊള്ളും? നമ്മുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഇവിടെ ദീന് നിലനിർത്താൻ കഴിയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾക്ക് വില കിട്ടണമെങ്കിലും സ്വീകാര്യത ഉണ്ടാകണമെങ്കിലും നാം ഉലമാഇന്റെ ശിആർ നിർബന്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഖാളി ഇയാദ് അവിടുത്തെ ശിഫയിൽ പറയുന്നു, ഞാൻ പറഞ്ഞു വരുന്നത് മൗലിദിന്റെ സദസ്സിനെ പറ്റിയാണല്ലോ. ആ മൗലിദിന്റെ സദസ്സിലും നമ്മൾ ഒരു കാമ്പാരികളെ പോലെ ആകാതെ നല്ലൊരു ഗാംഭീര്യമുള്ള വസ്ത്രം ധരിച്ചു വരണം. നിങ്ങൾക്കൊക്കെ അറിയാം, മദ്രസന്റെ പുസ്തകങ്ങളൊക്കെ പാഠമെടുക്കുന്നവരാണ്. ഇമാം മാലിക് തങ്ങൾ ഹദീസ് ചൊല്ലി കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഡ്രസ്സ്? ഇമാം ഖാളി ഇയാദ് അവിടുത്തെ ശിഫയിൽ പറയുന്നു, ഒരുപാട് കിതാബിലുള്ളതാണ്. ഉസൂലുൽ ഹദീസിന്റെ ഏത് കിതാബ് എടുത്തു നോക്കിയാലും മാലിക് ഇമാമിന്റെ ഈ ചരിത്രം പറയാത്ത ഒറ്റ കിതാബും ഇല്ല, ഒരു കിതാബ് ഉണ്ടാവില്ല. ഏത് ഹദീസിന്റെ ഇസ്തിലാഹ് പറയുന്ന കിതാബ് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഇമാം മാലിക് തങ്ങൾ ഈ സംഭവം തെളിവായി ഉദ്ധരിക്കുന്നു. എന്തിനു വേണ്ടി? അതാ ഇദാ അത്തന്നാസ് മാലിക്കൻ, ജനങ്ങളൊക്കെ മാലിക് ഇമാമിന്റെ അടുത്തേക്ക് വന്നാൽ, ഖറജത്ത് ഇലൈഹിമുൽ ജാരിയത്തു, ഒരു ചെറിയൊരു പെൺകുട്ടി അവിടത്തെ പുറത്തേക്ക് വരും. ഫതഖൂലു ലഹും യഖൂലു ലക്കുമുശ് ശൈഖു തുരീദൂനൽ ഹദീസ ബിൽ മസാഇൽ. ഒരു പെൺകുട്ടി വന്ന് ചോദിക്കും, നിങ്ങൾ വന്നത് ഹദീസ് കേൾക്കാനാണോ അല്ല മറ്റെന്തെങ്കിലും മസല ചോദിക്കാനാണോ? ഫഇൻ ഖാലു അൽ മസായില, അല്ല ഒരു മസല ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഖറജ ഇലൈഹിം, അപ്പൊ തന്നെ വരും, വന്നിട്ട് മസല പറഞ്ഞു കൊടുക്കും. വഇൻ ഖാലു അൽ ഹദീസ്, അല്ല ഹദീസാണ് ഞാൻ കേൾക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ദഖല മുക്തസലഹു വഗ്തസല വതതയ്യബ വലബിസ സിയാബൻ ജുദദ, മഹാനവർകൾ വാഷ്റൂമിൽ പോവും, കുളിക്കും, എന്നിട്ട് നല്ല അത്ര തേക്കും, നല്ല ഡ്രസ് ധരിക്കും, എന്നിട്ട് വലബിസ സാജഹു, തൈലസാന ധരിക്കും, വതഅമ്മമ തലയെക്കെട്ട് കെട്ടും, വവളഅ അലാ റഅസിഹി റിദാഅഹു, എന്നിട്ട് തല ഒരു മേൽത്തട്ടയിടും, വതുൽഖാലഹു മിനസ്സ, അദ്ദേഹത്തിന് ആ ഹദീസ് കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ സ്റ്റേജ് ഉണ്ടാകും, അതിലിരിക്കും. ഫയഖ്റുജു ഫയജ്ലിസു അലൈഹാ വഅലൈഹിൽ ഖുശൂഉ, വളരെ ഖുശൂഅോടുകൂടെ ഗാംഭീര്യത്തോടുകൂടെ മഹാനവറുകൾ ഇരിക്കും. വലാ യസാലു യുബഖറു ബിൽ ഊദി ഹത്താ യഫ്റുഖ മിൻ ഹദീസ് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് ക്ലാസ് അവസാനിക്കുന്നത് വരെ അവിടെ ഊത് പുകയിപ്പിക്കും, സുഗന്ധം ഉണ്ടാവും. നമുക്ക് ഒരു ഇതേ മര്യാദകൾ മൗലിദിന്റെ മജ്ലിസും നാം നിർബന്ധമായും പാലിക്കണം. നമ്മളിപ്പോ ഒരു മണത്തിന്റെ അവിടെ മൗലിദിനിട്ടെങ്കിൽ കൊണ്ട് 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 അപ്പൊ ആട്ടി ഓടിക്കാം കൊണ്ടുവരുന്നവനെ, അല്ലേ? ഒരാൾ ഒരു ഊത് ഇട്ടിട്ട് മണത്തിന് അവിടെ കൊണ്ടുവരുമ്പോ പുറത്ത് കൊണ്ടുപോകുന്നു, അത് അദബിന് വിരുദ്ധമാണ്. അവിടെ ഊത് പുകയിപ്പിക്കണം, പ്രത്യേക സുന്നത്തുണ്ട്. മണമുണ്ടായിരിക്കൽ സുന്നത്താണ്, മണത്തിനെ എടുത്ത് മാറ്റുകയല്ല വേണ്ടത്. അവിടെ മണം, അടുത്ത് ഞാൻ ബേക്കൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഒരു ക്ലിപ്പ് കേട്ടു ഇതേ കാര്യം പറയുന്നതായി. ഒരു പുകയിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അവിടെ നിന്ന് മാറ്റി എവിടെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് നാട്ടി ഓടിക്കും കൊണ്ടുവരുന്നവനെ. അത് ചെയ്യരുത്. മൗലിദിന്റെ മജ്ലിസ് തീരുന്നത് വരെ അവിടെ സുഗന്ധമുണ്ടാകൽ സുന്നത്താണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നല്ല തജമ്മുലോടുകൂടെ മൗലിദിന്റെ മജ്ലിസിലേക്ക് പോകണം. ഇത് ഒരു പ്രത്യേകമായ അദബായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആറാമത്തെ കാര്യം, കസേലയിൽ ഇരുന്ന് മൗലിദ് പാരായണം നടത്തുന്നതിനേക്കാൾ നിലത്തിരുന്ന് മജ്ലിസാക്കിക്കൊണ്ട് മജ്ലിസിന്റെ മജ്ലിസ് നടത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുത്തങ്ങളെ കൂട്ടത്തിൽ അഫ്ളലായ ഇരുത്തം ഏതാണ് എന്നൊരു ചർച്ചയുണ്ട് ഫുഖഹാഇന്റെ ഇടയിൽ. ഇമാം നവവിയുടെ ഇബാറത്ത് ഞാൻ നേരത്തെ വായിച്ചു. വയംബഗി അൻ യകൂന ദാകിറു അലാ അക്മലിസ് സിഫാത്ത്, ദിക്ർ ചൊല്ലുന്ന ആള്, അത് മൗലിദാവട്ടെ സ്വലാത്തിന്റെ മജ്ലിസ് ആവട്ടെ ഏതോ ആവട്ടെ, പരിപൂർണമായ ഹാലത്തിൽ ഉണ്ടായിരിക്കൽ പ്രത്യേക സുന്നത്താണ്. അക്മലു സിഫാത്തിൽ പെട്ടതാണ് ഏതാണ്? അഫ്ളലായ ഇരുത്തം, അത് അക്മലു സിഫാത്തിൽ പെട്ടതാണ്.
ഏതാണ് ഏറ്റവും നല്ല ഇരുത്തം? നമ്മൾ കസേലയിൽ ഇരുത്തം എന്ന് പറയുന്നത് ലറൂറത്തിന്റെ ഇരുത്താണ് അല്ലെ. നിൽക്കാൻ കഴിയാത്ത ആളാണ് ഇരുന്ന് നിസ്കരിക്കുന്നത് അല്ലെ. ഈ കസേലയിൽ ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത് നടന്നമ്പലുള്ളോ, ഡിസ്കിന്റെ അസുഖമുള്ളോ, ഇങ്ങനെ താഴെ ഇരിക്കാൻ കഴിയാത്ത ആൾ അവർ ഇരിക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, ഇരിക്കാൻ കഴിയാത്ത ആൾ. അതേസമയം കഴിയുന്ന ആളുകൾ അഫ്ളൽ ജൽസാത്ത് ഏതാണ്? അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. മഹാനായ ഇബ്നു അല്ലാൻ അദ്ദേഹത്തിന്റെ ഫുതുഹാത്തുർ റബ്ബാനിയ അദ്കാറിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അഫ്ളലുൽ ജൽസാത്തി അത്തവറുകു. അവിടെ പറയുന്നത് ഇരുത്തങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ തവറുക്കിന്റെ അഥവാ അവസാനത്തെ തയ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം. വഹുവ ജുലൂസു തശഹുദുൽ അഖീർ ലിഅന്നഹു ജുലൂസു ഫർളിൻ. രണ്ട് ആദ്യത്തെ തയ്യാത്തും അവസാനത്തെ തയ്യാത്തും ഒന്ന് സുന്നത്താണ്, മറ്റൊന്ന് ഫർളാണ് അല്ലെ. ആദ്യത്തെ തയ്യാത്ത് സുന്നത്താണ്, അവസാനത്തെ തയ്യാത്ത് ഫർളാണ്. ഫർളായ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഏതാ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? തവറുക്കിന്റേത്. അത് ഫർളിന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുത്തമാണ്. ആദ്യത്തെ തയ്യാത്ത് സുന്നത്താണ്, അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുത്തമോ ഇഫ്തിറാഷുമാണ്. അപ്പൊ ഫർളു സുന്നത്ത് നോക്കുമ്പോൾ ഫർളിനല്ലേ കൂടുതൽ ബഹുമാനമുള്ളത്. അതുകൊണ്ട് തന്നെ തവറുക്കിന്റെ ഇരുത്തമാണ് അഫ്ളൽ എന്ന് അൽ ഫുതുഹാത്തുർ റബ്ബാനിയ ഇമാം നവവിയുടെ അദ്കാറിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും. അതേസമയം ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഹാഷിയത്തുൽ ഇലാഹിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ, അത് നബിയുടെ സിയാറത്ത് ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോഴും ഔലിയാക്കൾ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ നിന്ന് സിയാറത്തിൽ സുന്നത്താണ്, നിൽക്കണം. ഖുർആൻ ഓതുമ്പോൾ ഇരിക്കണം, ദ്വാരക്കുമ്പോൾ നിൽക്കണം. അങ്ങനെയാണ് അതിന്റെ മര്യാദ. അപ്പൊ നിന്ന് അവിടെ സിയാറത്ത് സലാമൊക്കെ പറയുമ്പോൾ നിൽക്കണം, വയഖിഫു, നിൽക്കണം എന്ന് പറഞ്ഞു. അവിടെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഉദ്റുള്ളവൻ, നിൽക്കാൻ കഴിയാത്ത ആൾ ഇരിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഇബ്നു ഹജർ തങ്ങള് വിശദീകരിക്കുകയാണ്, വലൗ കാദ, ഇനി ഇരുന്ന് സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ ഉദറിന് വേണ്ടി നിൽക്കണോ, ഉദറിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഏത് ഇരുത്തമാണ് നല്ലത്? ഫൽ ഇഫ്തിറാഷു ഔലാ, ഇഫ്തിറാഷാണ് ഔലാ എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നു. ആശയത്തുൽ ഇലാഹ് 488 പേജ്. സുമ്മൽ ജസിയു അല റുക്ബത്തൈനി. ജസിയു റുക്ബത്തൈനി എന്ന് പറഞ്ഞാൽ ഇഖ്ആഇന്റെ ഇരുത്തമാണ്. ഇഖ്ആഇന്റെ ഇരുത്തം രണ്ട്, മൻഹിയായ ഇഖ്ആ ഉണ്ട്, ജായിസായ ഇഖ്ആ ഉണ്ട്, രണ്ട് ഇരുത്തമുണ്ട്. ചില ഹദീസുകൾ ഇഖ്ആഇന്റെ ഇരുത്തം വിരോധിക്കപ്പെട്ടതായി കാണാൻ കഴിയും. എന്നാൽ അനുവദനീയമായ ഇഖ്ആഇന്റെ ഇരുത്തം ഈ രണ്ടത്തയ്യാത്തിന്റെ നടുവിൽ ഇരിക്കുന്നിടത്ത് ഇഖ്ആഇന്റെ ഇരുത്തം ഇരിക്കണമെന്ന് ചില കിതാബിലൊക്കെ കാണാൻ കഴിയും. ഇഖ്ആഇന്റെ ഇരുത്തം അനുവദിക്കപ്പെട്ട ഇഖ്ആ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിന്റെ വിരലുകൾ ഇങ്ങനെ വെക്കുകയും ഈ കാലിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അതിൽ ചന്തി വെച്ച് ഇരിക്കുകയും ചെയ്യുന്ന ആ ഇരുത്തമാണ്. അതാണ് ജസി. മുട്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും, മുട്ടി ഇങ്ങനെ കുത്തി കാൽ വിരലിങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തി കാലിന്റെ ബാക്ക് സൈഡിന്റെ മേലെ ഇരിക്കുക. അൽ ജസിയു അല റുക്ബത്തൈനി. അപ്പൊ അത് ഇഫ്തിറാഷ് സാധിച്ചില്ലെങ്കിൽ ഈ ഇരുത്തം ഇരിക്കണം എന്ന് ഇബ്നു ഹജർ തങ്ങൾ ഹാഷിയത്തുൽ ഇലാഹിൽ രേഖപ്പെടുത്തുന്നു. ഏതിരുന്നാലും ഇരിക്കട്ടെ, കസേലയിലൊരു ഇരുത്തം അല്ലാതെ, ഞാനീ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടിയല്ല. നമുക്ക് ഏറ്റവും നല്ല അക്മൽ ഇമാം നവവി പറഞ്ഞല്ലോ, ദിക്റിന്റെ മജ്ലിസുകളിൽ, ആത്മീയ മജ്ലിസുകളിൽ അക്മലു സിഫാത്ത് നാം പാലിക്കുന്നത് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ കസേല വെച്ച് ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം നാം ഇഫ്തിറാഷിന്റെ ഇരുത്തമോ തവറുക്കിന്റെ ഇരുത്തമോ ഏതോ ആവട്ടെ നിലത്തിരുന്നു കൊണ്ടുള്ള ഒരു മജ്ലിസ് ഉണ്ടാക്കൽ പ്രത്യേകം സുന്നത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രല്ല ഇമാം ഇബ്നു സലാഹ് അവിടുത്തെ മുഖദ്ദിമയിൽ പറയുന്നു, വയുസ്തഹബ്ബു ലിൽ മുഹദ്ദിസിൽ ആരിഫ് അഖ്ദു മജ്ലിസിൻ, ഒരു മജ്ലിസ് ഉണ്ടാക്കണം ഹദീസിന് വേണ്ടി. ഹദീസ് സംഘടിപ്പിക്കുമ്പോൾ ഇംലാഇൽ ഹദീസ്, ഹദീസ് ചൊല്ലി കൊടുക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഒരു മജ്ലിസായി അത് സംഘടിപ്പിക്കുന്നത് സുന്നത്താണെന്ന് മഹാനായ ഇമാം ഇബ്നു സ്വലാഹ് അവിടുത്തെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു നിലത്തിരുന്നു കൊണ്ടുള്ള നല്ല അച്ചടക്കത്തിന്റെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുക. ഏഴാമത്തെ കാര്യം അത്തബ്ഖീറു വസ്തിഅമാലുൽ ഉത്തൂർ, അത്തറും പുകയിപ്പിക്കലും പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം, മുജമ്മിറുഹാ ഫിൽ ജുമഅ
വജമ്മിറുഹാ ഫിൽ ജുമഅ, പള്ളികളിൽ നിങ്ങൾ പുകയിപ്പിക്കണം, സുഗന്ധം ഉണ്ടാക്കണം. ജുമഅ ഇതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ജുമഅന്റെ വേളയിൽ, മറ്റൊരർത്ഥം അതിന് ഇമാം മുനാവി കൊടുത്തത് ഫി മജാമി ഉന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് പുകയിപ്പിക്കൽ സുന്നത്തുണ്ടെന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ കുതുബിയത്തിന്റെ ചില കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാം പറയാൻ വിശദീകരിക്കാൻ സമയമില്ല. മറ്റൊന്ന് യംബഗി അല്ലാ യസ്തഅജില, ധൃതി കാണിക്കാതിരിക്കൽ അനിവാര്യമാണ്. നമുക്ക് പെട്ടെന്ന് കാമണിക്കൂറിൽ തീർത്തിട്ട് പോകണം. എന്നോട് ഏതൊരാൾ പറഞ്ഞു, നമ്മളെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു മജ്ലിസ്, ഒരു മൗലിദിന്റെ മജ്ലിസ്, ആ നാട്ടിലെ പള്ളിയിലെ ഉസ്താദന്മാർ ഒരു കല്യാണത്തിന് ഒരു മജ്ലിസ് സംഘടിപ്പിച്ചു. മൗലിദ് ഉണ്ടാവുമല്ലോ കല്യാണത്തിന് മുമ്പ്, നേരത്തെ കേസരോട് ഉസ്താദ് പറഞ്ഞില്ലേ. അങ്ങനെ കുറച്ച് മൊയ്ലാമ്പർ, പള്ളിയിലെ മൊയ്ലാമ്പർ വന്നു, 10 മിനിറ്റിലെല്ലാം തീർത്തിട്ട് പോയി. ഈ പുരക്കാർക്ക് അത് തൃപ്തിയായില്ല. അപ്പോൾ വേറെ കുറച്ച് ഉസ്താദുമാരെ പിറ്റേന്ന് വിളിച്ച് സംഘടിപ്പിച്ച്, നമ്മളിൽപ്പെട്ട കുറച്ച് ഉസ്താദുമാരെ വിളിപ്പിച്ച് നല്ലൊരു മൗലിദിന്റെ മജ്ലിസ് സംഘടിപ്പിച്ചു എന്ന്. അപ്പൊ ആളുകൾക്ക് അത് തൃപ്തിയാവില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, നല്ല പൈസ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നല്ല മജ്ലിസ്, അല്ലെങ്കിൽ ചെറിയ മജ്ലിസ്, അങ്ങനൊന്നും ആക്കരുത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദദ് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നല്ല ആത്മീയ മജ്ലിസുകളെ സംഘടിപ്പിക്കുക. ധൃതി നാം കാണിക്കരുത്. വകാന യക്റഹു അൻ യുഹദ്ദിസ ഫി ത്വരീഖി ഔ ഹുവ ഖായിമുൻ ഔ യസ്തഅജില. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ മജ്ലിസുകളിൽ ധൃതി കാണിക്കുന്നതിനെ മഹാനവകൾ വെറുത്തിരുന്നു, വിരോധിച്ചിരുന്നു. അത് മൗലിദിന്റെ മജ്ലിസിലേക്കൊണ്ട് നമുക്ക് ബാധകമാണ്. നാം ഒരിക്കലും ധൃതി കാണിക്കരുത്. ഒരു ബൈത്ത് പാടുമ്പോൾ അതിന് ജവാബ് ഇടയ്ക്ക് ചൊല്ലി, ജവാബ് ചൊല്ലുന്നതിന് മുമ്പ് ബൈത്ത് തുടങ്ങി, അങ്ങനെ പെട്ടെന്ന് നമ്മൾ എന്താക്കി, അങ്ങനെ പെട്ടെന്ന് തീർക്കാനുള്ള ഉദ്ദേശത്തിൽ ധൃതി കാണിക്കാതെ നാം ശ്രദ്ധിക്കണം. 8ാമത്തെ കാര്യം പ്രത്യേകമായി എല്ലാ ഉസ്താദുമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണത്? ഒരു മൗലിദിന്റെ മജ്ലിസ് നടക്കുമ്പോ ആ മജ്ലിസിലേക്ക് വലിയൊരു സയ്യിദ് വന്നു, അല്ലെങ്കിൽ ഒരു ആലിമ് വന്നു, വലിയൊരു ആലിമ് എന്ന് സങ്കല്പിച്ചു. മൗലിദ് ഇങ്ങനെ നടക്കുകയാണ്, ആളുകൾ ഇങ്ങനെ ഓരോന്നും. ആ മജ്ലിസിലേക്ക് വലിയൊരു തങ്ങൾ വന്നു. അപ്പൊ എല്ലാവരും എണിച്ചിരുന്നു. ഇത് പാടില്ല, ഇത് പാടില്ല. എന്റെ വകല്ല ഞാൻ പറയുന്നത്, ഇമാമിങ്ങൾ അവരെ കിതാബിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യ. പാടില്ല. കാരണം ഈ മജ്ലിസ് മുത്തുനബിയുടെ മജ്ലിസാണ്. മുത്തുനബിനേക്കാൾ വലിയൊരു തങ്ങളും ഇല്ല, ഒരു ആലിമില്ല, ഒരു ഖാദിയും ഇല്ല, ഒരു ഹോജയും ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ തങ്ങൾ വന്നാലും നാം ഇരിക്കുക. ബഹുമാനപ്പെട്ട ഇന്ന ഹുർമത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ളമു മിൻ ഹുർമത്തി ഗൈരി. നബിയുടെ ബഹുമാനം മറ്റുള്ള എല്ലാവരെക്കാളും വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തി പറയാ, വയുക്റഹു, കേട്ടോളൂ നിങ്ങള്, കറാഹത്താക്കപ്പെടും, അൻ യഖൂമ, എണീച്ചിക്കല്, ലി അഹദിൻ, ഒരാൾക്ക്, ഹദീസിന്റെ മജ്ലിസിൽ പാലിക്കേണ്ട മുഴുവൻ മര്യാദയും മൗലിദിന്റെ മജ്ലിസിലും കാണിക്കണം. രണ്ടും റസൂലുള്ളാഹിന്റെ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ആ മജ്ലിസുകൾ ഒരാള്, ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു തങ്ങള് കടന്നു വരുമ്പോ ഇമാം സുയൂത്തി പറയാണ്, വയുക്റഹു, കറാഹത്താക്കപ്പെടും, അൻ യഖൂമ, എണീച്ചിക്കല്, ലി അഹദിൻ, ആർക്കും ഒരാൾക്ക് വേണ്ടി. ഫഖദ് ഖീല, മാത്രമല്ല പറയപ്പെട്ടിട്ടുണ്ട്, ഇദാ ഖാമൽ ഖാരിഉ, ഹദീസ് ഓതുന്ന ആള് അല്ലെങ്കിൽ മൗലിദ് ഓതുന്ന ആള് മാത്രമല്ല സാമീങ്ങളും അതിൽ പെടുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, ലി ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഓതുന്ന ഒരാള്, ഒരു തങ്ങൾ വന്നു എന്ന കാരണം കൊണ്ട് എണീച്ചിന്നാൽ ഫഇന്നഹു യുക്തബു അലൈഹി ബിൽ ഖതിഅ, അവനിക്ക് ഒരു കുറ്റം എഴുതപ്പെടുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എണീച്ചിക്കരുത്. കാരണം മജ്ലിസ് റസൂലുള്ളാഹിന്റെ മജ്ലിസാണ്, ഈ തങ്ങളെക്കാളും വലിയ ആളുടെ മജ്ലിസാണ്. അതുകൊണ്ട് എണീച്ചിക്കരുത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ബിഖായി അവിടുത്തെ നുഖത്തിൽ പറയുന്നുണ്ട്, വലാ തഖും, നീ നിൽക്കേണ്ട ഒരാൾക്കും. കാരണം ലി അന്ന അലൈഹിൽ മുബാലഗ, ഹദീസിന്റെയോ മൗലിദിന്റെ മജ്ലിസ് നിൽക്കുന്ന ആളെ മേലെ
ഉണ്ട് അൽ മുബാലഗത ഫീ തഅലീമി ഹദീസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഹദീസിനെ ബഹുമാനിക്കുന്നതിൽ അങ്ങേറ്റം മുബാലഗത്ത് കാണിക്കൽ അവന്റെ മേലെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫഇദാ ഖാമ ലി അഹദിൻ, അതുകൊണ്ട് തന്നെ ഒരാൾ വന്നപ്പോ അയാൾക്ക് വേണ്ടി എണീച്ചിന്നാൽ തഅലീമൻ ലഹു, ഈ ബന്നാളെ ബഹുമാനിച്ച് എണീച്ചിന്നാൽ ഫഖദ് ഗയ്യറ ഫീ വജ്ഹി തഅലീമിൽ ഹദീസി, ഹദീസിന്റെ തഅലീമിനെ അതിനെ ബഹുമാനിക്കുന്നതിന് പകരം മറ്റൊരാൾ അവൻ ബഹുമാനിച്ചു. ലിഅന്നഹു ഫഅല മാ യഖ്തലി ഖത്അഹു, അതിനെ മുറിച്ചു കളയുന്നതിനെയാണ് അവൻ, ആ തഅലീമിനെ മുറിച്ചു കളയുന്ന കാര്യമാണ് ഇപ്പോൾ അവൻ ചെയ്തത്. അല്ലേ? മൗലിദ് റസൂലുള്ളാഹിന്റെ മജ്ലിസാണ്, അതിനെ ബഹുമാനിക്കുന്ന ഇടയിൽ അതിനെ നിർത്തിയിട്ട് വേറൊരാളെ ബഹുമാനിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കുന്നതിന് മുറിക്കൽ വരുന്നു. അത് പാടില്ല. ഏതിനെ ഇപ്പൊ മുറിച്ചതവൻ? അള്ളാന്റെ റസൂലിന്റെ മജ്ലിസിനെ ബഹുമാനിക്കുന്നതിനെ മുറിച്ചു, വേറൊരാളെ ബഹുമാനിച്ചു. അത് പാടില്ല. അതാ ലിഅന്നഹു ഫഅല മാ യഖ്തലി ഖത്അഹു, റസൂലുള്ളാഹി തങ്ങളെ മജ്ലിസിനെ ബഹുമാനിക്കുന്നതിനെ മുറിക്കുന്നതിനെയാണ് അവൻ ചെയ്തത്. വൽ ഇസ്തിഗാല ബിഗൈരിഹി, വേറെ ഒന്നുകൊണ്ട് അവൻ ജോലിയാകുന്നതിനെയാണ് ചെയ്തത്. ഇത് ഖാരിനിക്ക് മാത്രമല്ല, വകദാ യംബഗീ ലിസാമിഈന തർക്കു ദാലിക, കേൾക്കുന്നവർക്കും ഈ ഹദീസ് ഓതുന്നവരും മൗലിദ് ഹദീസ് ഓതുന്നവനും മാത്രമല്ല അവിടെയുള്ള ഹാദിരീങ്ങളായ ആളുകൾക്കും ഇത് പാലിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഏത് ഹോജ വന്നാലും മൗലിദിന്റെ മജ്ലിസ് നമ്മൾ എണീച്ചിക്കാതെ ഇരിക്കുക. അപ്പൊ ചില ആള് ചിലപ്പോൾ വന്നില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും വിചാരിച്ചാലോ, ഞങ്ങളിപ്പോ എണീച്ചില്ലെങ്കിൽ ആ തങ്ങൾ എന്തെങ്കിലും വിചാരിച്ചാലോ, അങ്ങനെ വിചാരിക്കുന്ന ആളെ തീരെ ബഹുമാനിക്കാനും പാടില്ല. കാരണം ഞാൻ കടന്നു വരുമ്പോ എന്നെ ബഹുമാനിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട പണിയാണ്, പാടില്ല. അള്ളാന്റെ റസൂല് വിരോധിച്ച കാര്യമാണ്. എണീച്ചിക്കുമ്പോഴും വിചാരിക്കേണ്ടത് ഞാൻ നിൽക്കാൻ അർഹതയുള്ള ആളല്ല, ഞാൻ ഇതിനൊന്നും അർഹതയുള്ളവനല്ല, എന്തിനാണ് ഇവരിയ്ക്കുന്നത് നിൽക്കുന്നത് എന്നാണോ വിചാരിക്കേണ്ടത്. എന്ത് ഞാൻ വരും എണീക്കാത്തത് എന്നല്ലേ ചിന്തിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞതല്ല. അതാ ഇമാം സഹാവി പറയാ, ഹാദാ, ഈ കറാഹത്താണെന്ന് പറഞ്ഞത്, എണീച്ചിക്കുന്നത് കറാഹത്താണെന്ന് പറഞ്ഞത് എപ്പോഴാ? ഇദാലം യൻളമ്മ ലിദാലിക മഹബ്ബത്തു മൻ യുഖാമു ലഹു ലിദാലിക. ഈ എണീച്ചിക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞത് എപ്പോഴാ? ഈ വന്ന ആള് ഈ എണീച്ചിക്കണം എന്നതിനെ ഇഷ്ടപ്പെടാത്ത സമയത്തിലാണ്. ഇനി അവൻ അതിനെ ഇഷ്ടപ്പെടുകയാണെങ്കിലോ, ഇവനിക്ക് എണീച്ചിരിക്കണം, ഞാൻ വരുമ്പോ എല്ലാരും നിൽക്കണം എന്നാണ് ഇവന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വരുമ്പോ ആളുകളൊക്കെ എണീച്ചിക്കണം എന്ന തോന്നൽ അവിടെ ഉണ്ടെങ്കിൽ കടുത്ത കറാഹത്താണെന്ന് മാത്രമല്ല, ബൽ ഹുവ ഹറാമുന്നത് ഹറാമാണ്, ഹറാമാണ്. ഇമാം സഖാവി ഫത്ഹുൽ മുഗീത്ത് 3241 രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, ഞാനിപ്പോ ഈ തങ്ങൾ വരുമ്പോ എണീച്ചിരുന്നില്ലെങ്കിൽ തങ്ങൾക്ക് ബേജാറാവോ? ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റി തങ്ങൾ ഇത് മൗലിദിന്റെ മജ്‌ലിസല്ലല്ലോ. ഇരിക്കട്ടെ. അപ്പോ ഞാൻ കടന്നു വരുമ്പോ എനിക്ക് എണീച്ചിരിക്കണം എന്ന് ഈ വരുന്ന ആള് വിചാരിക്കാത്ത സമയത്തിലാണ് കറാഹത്താണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു തോന്നലുള്ള ഒരു തങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ആലിമാണെങ്കിൽ, അല്ലെങ്കിൽ ഖാളിയാണെങ്കിൽ അപ്പൊ അവൻ എണീച്ചിക്കൽ ഹറാമാണ് എന്നാണ് ഇമാം സഖാവി രേഖപ്പെടുത്തുന്നത്. പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മൗലിദിന്റെ മജ്‌ലിസുകളിലെ ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. മൗലിദിന്റെ മജ്‌ലിസ് അത് മുത്തുനബിയുടെ മജ്‌ലിസാണ്. ഹദീസിന്റെ മജ്‌ലിസുകളും ശമാഇൽ പറയുന്ന മജ്‌ലിസുകളും അവിടുത്തെ ഔസാഫുകൾ പറയുന്ന മജ്‌ലിസുകളൊക്കെ ഹബീബായ നബിയുടെ മജ്‌ലിസായതുകൊണ്ട് നാം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. വന്ന ആളെക്കാളും അദ്ദേഹവും നമ്മളും എല്ലാവരും ബഹുമാനിക്കേണ്ട ഹബീബായ നബിയുടെ മൗലിദാണ്, ആ നബിയുടെ മജ്‌ലിസാണ്. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെ നേരത്തെ ഒരു ചീട്ട് വന്നു മൊബൈലിനെ പറ്റി. അതാണ് പറയുന്നത് ഇമാം ബിഖായി അവിടുത്തെ നുക്കത്തിൽ പറയുന്നു, പൂർണ്ണമായും അല്ല, ഒരു ബാലിനെ കേൾക്കുന്നതിന് തൊട്ടും തടസ്സമുണ്ടാക്കുന്ന
ഒരു കാര്യം കൊണ്ടും ജോലിയാകാൻ പാടില്ല, അത് മുഴുവനും ഒഴിവാക്കി കളയണം. അതിൽപ്പെട്ടതാണ് ഈ ഹലാക്ക്, അല്ലേ? ഈ ഹലാക്കിയത്ത് അതിൽപ്പെട്ടതാണ്, ഈ ശൈത്വാനിയത്ത്. അപ്പോ മൗലിദിന്റെ മജ്ലിസുകളിൽ നാം അത് പൂർണ്ണമായി ഒഴിവാക്കണം. കഴിയുമെങ്കിൽ ഇത് നമ്മള് മൗലിദുകൾ മൊബൈലിൽ നോക്കി ഓതാതെ ഹദീസ് തന്നെ, ഹദീസിന്റെ മൗലിദിന്റെ കിതാബുകൾ, ഏടുകൾ പിടിച്ച് ഓതാൻ നാം ശ്രദ്ധിക്കണം. ഈ ശൈത്വാനിയത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അത് പിടിച്ച് ഓതുമ്പോ കാണുമ്പോ തന്നെ അതിനെന്തില്ല, ഒരു ബഹുമാനോ ഒരു ഹുർമത്തും ഒന്നും തോന്നുന്നില്ല. ഒരു കിതാബ് പിടിച്ച് ഓതുമ്പോഴാണ് അതിന്റെ ഒരു ഹുർമത്ത് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ മൗലിദിന്റെ കിതാബുകൾ തന്നെ ഉപയോഗപ്പെടുത്തുക. അതിൽ പ്രത്യേകമായ ആ നളിറിനൊരു കൂലി ഉണ്ടാകും. കിതാബ് കയ്യിൽ പിടിച്ചാൽ അതിന്റെ കൂലി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കിതാബ് തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൊബൈലുകൾ ഒഴിവാക്കുക. അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൊക്കെ ജോലിയാകുന്നതും പ്രത്യേകമായി ഉസ്താദുമാർ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ദാറുൽ മുസ്തഫയില് നമ്മൾ കൊല്ലത്തിലൊരു മൗലിദ് നടത്താറുണ്ട്. ഈ കൊല്ലവും ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആ മൗലിദിലേക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടീഷനാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ ഇരിക്കുന്ന ആളുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് പ്രവേശനമില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് മാത്രമേ പ്രവേശനം കൊടുക്കുള്ളൂ. പൂർണ്ണമായും അവരെ ഓരോരുത്തരുടെ കയ്യിലേക്കും മൗലിദിന്റെ കിതാബുകൾ കൊടുത്ത് എല്ലാവരെ കൊണ്ടും ബൈത്ത് ചൊല്ലിപ്പിച്ച് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു കൊണ്ടുള്ള ഒരു 2-2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ആത്മീയ മജ്ലിസ് ദാറുൽ മുസ്തഫ നടത്തിയിട്ടുണ്ട്. ഇക്കൊല്ലവും നടത്തും ഇൻഷാ അല്ലാഹ്. ഓഗസ്റ്റ് 19-ാം തീയതി അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലക്കുള്ള ഒരു മാതൃകാപരമായ മൗലിദിന്റെ മജ്ലിസ് നമ്മൾ നടത്തണം. മൗലിദിന്റെ മജ്ലിസുകളിൽ ആ മജ്ലിസുകളിൽ പെടാത്ത മറ്റ് വർത്തമാനങ്ങളെ കൊണ്ട് ശബ്ദം ഉണ്ടാക്കാനും പാടില്ല. ഇമാം ഖതീബുൽ ബഗ്ദാദി അവിടുത്തെ അൽ ജാമിഇ അഖ്ലാഖി റാവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, ഇൻ ഉരിള ലിത്വാലിബി അംറുൻ ഇഹ്താജ അൻ യദ്കുറഹു ഫീ മജ്ലിസിൽ ഹദീസ് വജബ അലൈഹി അൻ യഖ്ഫിള സൗതഹു ലിഅല്ലാ യഫ്സുദ സമഅ അലൈഹി ഔ അലാ ഗൈരിഹി. വല്ല കാര്യങ്ങളും ഇനി നിർബന്ധമായി പറയേണ്ടി വന്നാൽ പതുക്കെ പറയണം, പതുക്കെ പറയണം, ഉച്ചത്തിൽ പറയരുത്. ഒരു കോമൺ സെൻസ് ഇല്ലാത്ത നിലയ്ക്ക്, അല്ലെങ്കിൽ തന്നെ ഒരു സദസ്സിൽ ഉണ്ടാകുമ്പോൾ ചില ആൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കും. ഈ അടുത്തെന്തോ ഒരു കാണുന്നു തോന്നുന്നുണ്ട്, ബസ്സിൽ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ മൊബൈൽ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ലേ? എന്നതുപോലെ അപ്പോ ഈ മൗലിദിന്റെ മജ്ലിസിലാണ് ചില ആളിങ്ങനെ മൊബൈൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. അതൊക്കെ ഒരു അന്തമില്ലാത്ത ഏർപ്പാടാണ്. നാം അതെല്ലാം ഒഴിവാക്കണം. ഉച്ചത്തിൽ ഒരിക്കലും സംസാരിക്കരുത്. ഇനി വല്ല ആവശ്യത്തിന് വേണ്ടി വല്ലതും പറയേണ്ടി വന്നാൽ പതുക്കെ പറയണമെന്ന് ഇമാം ഖതീബുൽ ബഗ്ദാദി അൽ ജാമിഇ അഖ്ലാഖി റാവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. ഇനി നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഇത്തരം ഈ ഞാൻ പറഞ്ഞ ഈ ആദാബുകളൊക്കെ നിർബന്ധമായും നമ്മുടെ മഹല്ലത്തുകളിലുള്ള മജ്ലിസുകളിൽ നാം പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയും ഒരു ചേലും കിട്ടുന്നത്, അപ്പോഴാണ് അതിന്റെ ഒരു നല്ല ഫലം കിട്ടുന്നത്. മൗലിദിന്റെ മജ്ലിസ്, ഒരു മൗലിദ് നടത്തിയാൽ ആ വീട്ടിലേക്ക് കാവലുണ്ടാകും, ഒരു കൊല്ലം വരെ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും എന്നൊക്കെ നമ്മൾ ഈ ആനത്തിലും മറ്റേ കിതാബിൽ പഠിച്ചതാ. ആ നിലക്കുള്ള ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ നിലക്ക് അദബുള്ള ഒരു മജ്ലിസ് നാം സംഘടിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം ഇസ്മായിൽ ഹിഖി അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നു, വലൗ, നിങ്ങൾ ശ്രദ്ധിക്കണം, വലൗ ദഖല സലഫു, സലഫു സ്വാലിഹ്യങ്ങളാലും ആരെങ്കിലും കടന്നാൽ മജാലിസ ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന മജ്ലിസുകളിലേക്ക്, മിൻ മജ്ലിസിൽ വഅളി, വഅളിന്റെ മജ്ലിസുകളും വദ്ദർസി, ദർസും വജ്തിമാഇൽ മൗലിദി, കേട്ടോ നിങ്ങൾ, മൗലിദിന്റെ മജ്ലിസിലേക്കെങ്കാലും സലഫു സ്വാലിഹ്യങ്ങൾ, ഇന്ന് നടക്കുന്ന മജ്ലിസിലേക്ക് സലഫു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആരെങ്കിലും കടന്നു വന്നാൽ ഖറജു മിൻ സഅതിഹിം, അപ്പൊ തന്നെ അവർ പുറപ്പെട്ടു പോകുമായിരുന്നു. ലിമാ റഔ മിൻ കസ്റത്തിൽ മുൻകറാത്തി വസൂഇൽ അദബ്, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന മൗലിദിന്റെ മജ്ലിസിലുള്ള മുൻകറാത്തുകളും സൂഉൽ അദബും കണ്ട കാരണത്തിനാൽ സലഫു സ്വാലിഹ്യങ്ങൾ ആരെങ്കിലും ഇന്നെങ്കിലും വന്നിരുന്നുവെങ്കിൽ അവർ അപ്പൊ തന്നെ പുറപ്പെട്ടു പോകുമായിരുന്നു. മഹാനായ ഇസ്മായിൽ ഹിഖി റൂഹുൽ ബയാൻ 979 പേജിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നാം മുഖ്തദാ ബിഹിയായ ആളുകളാണ്.
നമ്മുടെ മൗലിദിന്റെ മജ്ലിസ് കണ്ട് അടുത്ത വീട്ടുകാരൻ ഇതുപോലൊരു മജ്ലിസ് എനിക്ക് സംഘടിപ്പിക്കണം എന്ന ഒരു തോന്നൽ അവന്റെ മനസ്സിൽ ഉണ്ടാകുന്ന വിധത്തിലൊരു മജ്ലിസ് നാം സംഘടിപ്പിക്കണം. ഇത് കാണുമ്പോൾ തന്നെ ഓതുന്നവനും വെച്ച് കേൾക്കുന്നവനും വെച്ചല് രണ്ടാൾക്കും ഇങ്ങനെ ആടിയും കൂടിയും സംസാരിച്ചിട്ട് ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടുള്ള മൗലിദുകൾ നിർബന്ധമായും ഒഴിവാക്കുകയും മൗലിദിന്റെ ബഹുമാനം മഹത്വങ്ങൾ നാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആ വിഷയം തൽക്കാലം സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അതിന്റെ തെളിവിലേക്കൊന്നല്ല ഞാൻ പോകുന്നത്. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാമോ, ഇസ്തിഗാസ നടത്താമോ, കേൾക്കൂലേ, ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നടത്തുന്ന കുത്തുബിയത്ത് പല കാര്യങ്ങളുടെ മജ്മൂവിന്റെ പേരാണ്. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കുത്തുബിയത്ത് അൽ ഖസീദത്തുൽ ഖുതുബിയനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കുത്തുബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 12 റക്അത്ത് നിസ്കാരം, അതിനുശേഷം മഹാനായ ഗൗസുൽ ആലമിന്റെ മദ്ഹ് ഉൾക്കൊള്ളുന്ന അൽ ഖസീദത്തുൽ ഖുതുബിയ, പിന്നെ ഗൗസുൽ ആലമിനെ വിളിക്കൽ, അങ്ങനെ തുടങ്ങിയുള്ള ഈ മജ്മുവിന്റെ പേരാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും കൂടിയുള്ള പേരാണ്. എന്നാൽ ഈ കുതുബിയത്ത് നമുക്ക് നിർദ്ദേശിച്ചത് ഇന്ന് നടക്കുന്ന രീതിയിലുള്ള കുതുബിയത്ത് അത് മുഴുവനും സദഖത്തുല്ലാഹിൽ ഖാഹിരി നിർദ്ദേശിച്ചതല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി അവിടുത്തെ അൽ ഖസീദത്തുൽ ഖുതുബിയയാണ് രചിച്ചത്. അതിന്റെ മുഖദ്ദിമയായി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതും. മശായിഖുമാരെ മേലെ, ജിന്നുകളെ മേലെ, അല്ലേ? അതുപോലെ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ മഹാന്റെ പേരിൽ ഒക്കെ ഫാത്തിഹ വിളിക്കും. ഈ ഫാത്തിഹ ആരാ കൂട്ടിച്ചേർത്തത്? ഈ തുടക്കത്തിലെ ഫാത്തിഹ വിളിക്കൽ ആരാ കൂട്ടിച്ചേർത്തത് കുതുബിയത്തിന്? അത് സദഖത്തുല്ലാഹിൽ ഖാഹിരി നിർദ്ദേശിച്ചതല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി. തൗളീഹുദ് ദലാല ഫീ തസ്ഹീഹിൽ ജലാല, അതുപോലെ തഖ്തീഫുൽ ജാനി ഇലാ തസ്രീഫിസ് സഞ്ചാനി. സഞ്ചാനിക്ക് ഒരു നമ്മൾ സഞ്ചാനി ദർസിൽ ഓതുന്ന അതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത്തർജമത്തുൽ ബഹിയ ഫീ സീറത്തി ഖൈരിൽ ബരിയ, അതുപോലെ ബൈലാവിക്ക് ഒരു ഹാഷിയ. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. 1040 മഹാനവറുകൾ ജനിക്കുന്നത്. ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. കായൽ പട്ടണത്തിലാണ് ജനനം. വഫാത്താക്കുന്നത് 1112 കീലക്കരയിലാണ് അദ്ദേഹം വഫാത്താക്കുന്നത്. അവിടെയാണ് ഖബറുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് നമ്മളൊക്കെ ദർസിൽ പഠിക്കുന്ന കിതാബ് സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബ്. ഈ സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന ആള് സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന് 5 പെൺമക്കളും ഒരു ആൺമകനുമാണുള്ളത്. ആ ഒരു ആൺമകന്റെ പേരാണ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി? മുഹമ്മദ് ലബ്ബൽ ഖാഹിരി നമ്മുടെ ഉസ്താദായിട്ട് വരുന്നു. നമുക്ക് തമിഴ്നാടുമായി ഇൽമിയായ നിലക്കും വലിയ ബന്ധമാണ്, ആത്മീയമായ നിലക്കും വലിയ ബന്ധമാണ്. മീസാനും അജ്നാസ് സുഹറിയും അജ്നാസുൽ കുബറയും രചിച്ച ആളാണ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി. സയ്യിദ് മുഹമ്മദ് ലബ്ബെ ആലിം അദ്ദേഹമല്ല, അത് വേറാണ്. അത് ജലായ റാത്തീബിന്റെ കർത്താവാണ്, അതല്ല. ഇത് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി മീസാൻ ഉണ്ടാക്കിയ ആളാണ്. അപ്പൊ നമ്മുടെ ഉസ്താദായി വരുന്നു ആര്? മഹാനായ മുഹമ്മദ് ലബ്ബൽ ഖാഹിരി. അദ്ദേഹം സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ മകനാണ്. ധാരാളം കിതാബുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വലിയ പണ്ഡിതനാണ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരിയും. അപ്പൊ ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഹിജ്റ 1130 വഫാത്താകുന്നത്. മഹാനവറുകളാണ് അൽ ഖസീദത്തുൽ ഖുതുബിയ എന്ന ഈ ബൈത്ത് രചിച്ചത്. ആദ്യത്തെ 2 വരി ഒഴികെ നമ്മൾ പാടുന്നത് കിതാബിലൊക്കെ ഉള്ളത് അങ്ങനെയും നുസ്ഖ ഉണ്ട്. ഇരിക്കട്ടെ, അത് ആ 2 വരി സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടേതല്ല. അത് നമ്മളെ ഇസ്ബുൻ നസറിലൊക്കെ കാണുന്ന ബൈത്താണ്. ഇമാം ഷാദുലിയൊക്കെ ചിലതായിരിക്കും, അല്ലാഹു അഅലം. ഏതിരുന്നാലും ഈ ഖസീദ മാത്രമാണ് ആരുണ്ടാക്കിയത്? സദഖത്തുല്ലാഹിൽ ഖാഹിരി.
അതിന്റെ മുഖദ്ദിമ ഉണ്ടാക്കിയത് ഫാത്തിഹ വിളിക്കുന്നതും അവസാനത്തെ ദുആയും ഈ ബൈത്തും ഒക്കെ കൂട്ടിച്ചേർത്തത് ഏത് ഇനബുത്താഅത്ത് ഖാറത്തുൽ എന്ന് പറയുന്നത്, അതുപോലെ അവസാനത്തെ ദുആയും കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ് അത് രചിച്ചത്. കൊങ്ങണം കുട്ടി ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്നത് വലിയ മഹാനാണ്. അവസാനത്തെ മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം അൽ ആഖിർ അദ്ദേഹത്തിന്റെ മകനാണ്. ഹിജ്റ 1264 ജനിച്ച് ഹിജ്റ 1323 വഫാത്തായ ആളാണ്. അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഉളിയിൽ പള്ളിയിലാണ്. ഉളിയിൽ പള്ളിയുടെ ഖബർസ്ഥാനിലാണ് ഈ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടെ ദർഗയുള്ളത്, ഖബറുള്ളത്. അദ്ദേഹം ധാരാളം കിതാബ് രചിച്ചിട്ടുണ്ട്. മങ്കൂസ് മൗലിദിനൊരു വ്യാഖ്യാനമുണ്ട് മഹാനവറുകൾ. ആ വ്യാഖ്യാനം വിനീതനായ എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ ഒറിജിനൽ ഉണ്ട്. അതുപോലെ ഇമാം സുയൂത്തിയുടെ കിതാബ് സുആൽ വൽ ജവാബ് എന്ന് പറയുന്ന കിതാബ്, അതിൻ്റെ ഒരു ഹാഷിയുണ്ട്. ആ കിതാബും എൻ്റെ കൈവശമുണ്ട്. അതിന് പുറമെ ധാരാളം കിതാബുകൾ മഹാനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം മലയാള പുസ്തകത്തിലേക്ക് ലഭ്യമാണ്. ആ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ് ഈ കുതുബിയത്തിന്റെ മുഖദ്ദിമയാകുന്ന ഫാത്തിഹ വിളിക്കലും അവസാനത്തെ ദുആയും ഒക്കെ കൂട്ടിച്ചേർത്തത്. കുതുബിയത്തിന്റെ ബൈത്ത് മാത്രമാണ് ആരുണ്ടാക്കിയത്? സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ കുതുബിയത്തും നമ്മൾ അതിന്റെ മര്യാദയോടുകൂടി നമ്മൾ നടത്തണം. നേരത്തെ ഇവിടെ 1000 വട്ടം വിളിക്കണോ അല്ല കുറക്കാൻ പറ്റുമോ എന്ന് നേരത്തെ ഇവിടെ ആരോ ഒന്ന് ചർച്ച കിട്ടും. ഞാനിപ്പോ ആ ചർച്ചയ്ക്കൊന്നും പോകുന്നില്ല. കാരണം ഗൗസുൽ ആലമിനെ ഇസ്തിഗാസ നടത്തുമ്പോ മഹാനവരുടെ ഇസ്തിഗാസന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ചരിത്രം പറയുന്ന ബഹ്ജത്തുൽ അസ്റാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഇമാം ശത്നൂഫിയുടെ ഗ്രന്ഥം അതിപ്പോൾ ലഭ്യമാണ്. ആ ബഹ്ജത്തുൽ അസ്റാറിൽ പറയുന്നത് മനിസ്തഗാസ ബി ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു, എന്നെ ആരെങ്കിലും ഇസ്തിഗാസ നടത്തിയാൽ ഞാൻ അവന്റെ വിഷമങ്ങളെ നീക്കിക്കൊടുക്കും. ഒമൻ ആദാനി ബിസ്മി, എന്റെ പേര് കൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ ഫി ശിദ്ദത്തിൻ, ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ഫറജ്തു അൻഹു, അവന്റെ ബുദ്ധിമുട്ടുകളെ ഞാൻ നീക്കിക്കൊടുക്കും എന്ന് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞതായി ശത്നൂഫി ബഹ്ജത്തുൽ അസ്റാറിൽ സനദോടുകൂടി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇസ്തിഗാസക്ക് മഹാനവറുകളെ 1000 വട്ടം വിളിക്കണോ 500 വട്ടമോ 300 വട്ടമോ 100 വട്ടമോ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ചില ശൈലികൾ, വ്യത്യസ്തമായ ശൈലികൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തിയുടെ കിതാബ് റഹ്മ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് മൂപ്പര് തന്നെയാണോ അല്ലേ എന്ന ചർച്ചയുണ്ട്, വേറെ വിഷയം. ഏതിരുന്നാലും ആ കിതാബിൽ 10 വട്ടം വിളിച്ചാൽ മഹാനായ ഗൗസുൽ ആലം മുത്തനം ചെയ്യുമെന്ന് ആ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണത്. ആ കിതാബിൽ 10 വട്ടം വിളിച്ചാൽ മതി എന്ന് ഇമാം സുയൂത്തിയുടെ കിതാബ് റഹ്മയിലുണ്ട്. എന്നാൽ ഇത് ഒരു പ്രത്യേകമായ ഒരു സംഗതിയാണ്. ഇസ്തിഗാസക്ക് 1 വട്ടം വിളിച്ചാലും മതി. പക്ഷെ ഇത് 1000 വട്ടം വിളിക്കണമെന്ന് പറയുന്നത് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. ഒമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി, എന്നെ ആരെങ്കിലും 1000 വട്ടം വിളിച്ചാൽ അസ്മൻ ബിഹിമ്മതിഹി, നല്ല മനക്കരുത്തോടുകൂടെ ഒരുത്തം വിളിച്ചാൽ സർമൻ ലിഗഫവതിഹി, അവന്റെ എല്ലാ ഉറക്കുകളെയും ഒഴിവാക്കി, തൂക്കുറക്കനെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല ഉണർവോടുകൂടെ, നല്ല ആവേശത്തോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ 1000 വട്ടം വിളിച്ചാൽ അജബ്തുഹു മുസ്രിആ, വളരെ വേഗത്തിൽ ഞാൻ ഉത്തരം ചെയ്യും. അപ്പോ അതുകൊണ്ട് ചില ഉസ്താദുമാർ പറഞ്ഞു 1000 വട്ടം വിളിക്കണം എന്ന് പറയുന്നത് മുസ്രിയാൻ ഇസ്രാഓടുകൂടെ ഇജാബത്ത് കിട്ടാൻ വേണ്ടിയാണ്. അജബ്തുഹു മുസ്രിഅൻ, ഞാൻ പെട്ടെന്ന് ഉത്തരം ചെയ്യും എന്നാണ് അതിലുള്ളത്. അപ്പോൾ വളരെ സ്പീഡിൽ ഉത്തരം കിട്ടണമെങ്കിൽ 1000 വട്ടം വിളിക്കണം എന്നാണ് ചില ആൾ പറയുന്നത്. അതേസമയം നമ്മുടെ ചില അസാത്തിദത്ത്, ഈ കാലഘട്ടത്തിലുള്ള ചില അസാത്തിദത്തും ചില സയ്യിദന്മാരും അവരൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ 1000 തന്നെ വിളിക്കലോ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല, ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിൽ എവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ ഇവിടെ 1000 വട്ടം ആണ് പഴയ കാലം മുതൽക്ക് വിളിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ
പാലിക്കൽ നല്ലതായിരിക്കും, ഉത്തമമായിരിക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ. കുറക്കുന്നവർ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ ഞാൻ പോകുന്നില്ല. ഏറ്റവും അഹ്സനായ, ഏറ്റവും അഫ്ളലായ രൂപം നമ്മൾ തിരഞ്ഞെടുക്കൽ നല്ലതാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ചോദിക്കുന്നത്, ചില ആള് അൽഫം ബി ഖൽവത്തിഹി, ഖൽവത്തിൽ 1000 വട്ടം വിളിക്കണോന്നല്ലേ? ഖൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ടെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഒറ്റക്ക് എന്നാണോ അർത്ഥം? അതുമല്ല. ഖൽവത്ത് എന്ന് പറഞ്ഞാല്, ഈ ഖൽവത്ത് എന്നൊരു വേർഡ് നമ്മളെ ഫിഖഹിന്റെ കിതാബിലും കാണാൻ കഴിയും. കിതാബുൽ ജനായിസില് ശറഹ് ബാഫ്ളി കാണാം, മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് വൻ യുഗ്സല ഫി ഖൽവ, വൻ യുഗ്സല ഫി ഖൽവ. ശറഹ് ബാഫ്ളിന്റെ ഇബാറത്താണ്. മയ്യത്തിനെ ഖൽവത്തിൽ കുളിപ്പിക്കപ്പെടൽ സുന്നത്താണ്. എന്താണ് അവിടെ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ? ഒറ്റക്ക് ഒരാൾ മയ്യത്തും ഇവന് മാത്രമാണോ ഖൽവത്ത്? അല്ല, ഇരുട്ടാക്കണമെന്നാണ് എന്റെ അവന? അല്ല. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ അതിനവിടെ തസ്വീർ എടുക്കുന്നു. ഇബ്നു ഹജർ തങ്ങൾ തന്നെ തസ്വീറിന്റെ ഭാഗം കൊടുത്തിട്ടാ പറയുന്നത്, ബി അല്ലാ യദ്ഖുല അലൈഹി ഗൈറുൽ ഗാസിലി വ മുഈനിഹി, കുളിപ്പിക്കുന്നവനും അവന്റെ സഹായിയുമല്ലാത്ത അന്യ ആളുകൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഖൽവത്ത്. കുളിപ്പിക്കുന്നവനും മുഈനും മാത്രം. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്ന ആളുകൾ മാത്രം ഉണ്ടാകുക, ഖുതുബിയത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രം ഉണ്ടാകുക. അല്ലാതെ അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്ന അന്യ ആളുകളൊന്നും ഇല്ലാതെ മഹാനായ ഗൗസുൽ ആലമിനെ വിളിക്കുന്ന മുനാദികൾ മാത്രം ഉണ്ടാവുക. അങ്ങനെ അത് രാത്രി തന്നെ ആകണമെന്നില്ല എന്നാണ് നമ്മുടെ ചില ഉസ്താദുമാരൊക്കെ പറയുന്നത്. ചില ആളുകളൊക്കെ പണ്ട് അസറിന്റെ ശേഷം കുത്തുബിയത്ത് നടത്തിയതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഏതിരുന്നാലും ഇരിക്കട്ടെ, എല്ലാത്തിനേക്കാളും രാത്രിയോ പകലോ എന്നല്ല വിഷയം, മനസ്സിന്റെ ആത്മീയതയും മനസ്സിന്റെ ഏകാന്തതയാണ് വിഷയം. അപ്പോ ആ മനസ്സിന്റെ ഖൽവത്ത് നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി, അത് രാത്രി ആയാലും പകലായാലും എപ്പോഴായാലും നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി മഹാനായ ഗൗസുൽ ആലമിനെ വിളിക്കുക എന്നതാണ് വിഷയം. അങ്ങനെ വിളിക്കുമ്പോൾ ഏറ്റവും അഹ്സനും ഏറ്റവും നല്ല മാർഗം നമ്മുടെ പഴയ സംസ്കാരം തന്നെ നടപ്പിൽ വരുത്തലാണ്, 1000 വട്ടം നടത്തലാണ് ഏറ്റവും നല്ലത്. അതാണ് അഭികാമ്യം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനേക്കാൾ കുറവ് നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അതിനെപ്പറ്റി ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാരുടെ അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഈ കെ ഹസൻ മുസ്ലിയാർ ഒരു വിപ്ലവ പണ്ഡിതനായിരുന്നല്ലോ. ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ വഹാബികളെ നേരിടുകയും അവരെ മുട്ടുമടക്കുകയും ഒക്കെ ചെയ്ത വലിയ മഹാപണ്ഡിതനാണ് ഈ കെ ഹസൻ മുസ്ലിയാർ. ആ ഈ കെ ഹസൻ മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അറ്റീരി തങ്ങളവറുകൾ. അതുകൊണ്ട് ധാരാളം അനുഭവം, ഞാനിത് യൂട്യൂബിൽ തങ്ങളെ പ്രസംഗം ധാരാളം കാതു കൊടുത്തിട്ടുണ്ട്. ഈ കെ ഹസൻ മുസ്ലിയാരുടെ ധാരാളം അനുഭവങ്ങൾ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അവരിൽ നിന്നൊക്കെ കിട്ടിയ ധാരാളം അനുഭവങ്ങൾ തങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഏറ്റവും അഹ്സനും ഏറ്റവും ഉത്തമമായ രൂപം നാം തെരഞ്ഞെടുക്കൽ നല്ലതാണ്. നമ്മുടെ പഴയ ഇവിടുത്തെ ഈ നാടുകളിലെ സംസ്കാരം 1000 വിളിക്കലാണ് പണ്ട് മുതൽക്ക് തന്നെ നടന്നു വരുന്നത്. ആ സംസ്കാരം തന്നെ തുടർന്നു പോകൽ നല്ലതായിരിക്കും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചുരുക്കുന്നു. അപ്പോൾ ഏതിരുന്നാലും മുഖ്തദാ ബിഹിയായ ആളുകൾ നാട്ടിൽ നമ്മുടെ ആത്മീയ മജ്ലിസുകളിലേക്ക് നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുക. മാതൃകാപരമായ മൗലിദിന്റെ മജ്ലിസുകളും കുതുബിയത്തും റാത്തീബിന്റെ മജ്ലിസുകളും നടത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേസമയം വ്യാജന്മാരായ ആളുകൾ ആത്മീയ മജ്ലിസുകളൊക്കെ നടത്തുന്നുണ്ട്. കുറെ കള്ളത്തരീക്കത്തിന്റെ ആളുകൾ. എന്നിട്ട് അവർ പള്ളിക്ക് പൈസ കൊടുക്കും, പ്രസിഡന്റിനെ സ്വാധീനിക്കും, ഒക്കെ ചെയ്യും. എന്നതിനു വേണ്ടി അവരെ കച്ചവടം നടപ്പിലെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കാതിരിക്കുക. അതുപോലെ ഒരു നാട്ടിൽ പഴയ കാലം മുതൽക്ക് നടന്നു വരുന്ന ദീനിയായ കാര്യങ്ങളെ നാം ഒരിക്കലും വിരോധിക്കാതിരിക്കുക, അതിനെ വിമർശിക്കാതിരിക്കുക. ഞാൻ തെളിവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നാം ഒരിക്കലും നിർത്താൻ പോകരുത്. ഞാൻ തെളിവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് എന്റെ കുറവാണത്, എന്റെ കുറവാണ്. അതുകൊണ്ട് ഒരിക്കലും നാം എതിർക്കാൻ പാടില്ല. ഇപ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ നാട്ടിലൊരു പതിവുണ്ട്, ജസല്ലാഹു അന്ന മുഹമ്മദൻ അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു എന്ന് ചെല്ലുന്ന ഒരു പതിവുണ്ട് നമ്മുടെ നാട്ടിൽ നിസ്കാരത്തിന്റെ ശേഷം. അത് ഈ അടുത്ത് എനിക്കൊരാൾ ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിലെ ഉസ്താദൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ ആ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.
അങ്ങനെ അത് തെളിവില്ല എന്നാണ് ചില ആൾ പറയുന്നത്. തെളിവുണ്ട്. ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഒരാൾ ജസല്ലാഹു അന്ന സയ്യിദനാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലു എന്നല്ല ഹദീസിലുള്ളത്, മാ ഹുവ അഹ്ലു എന്നാണ് ഹദീസിലുള്ളത്. ഏതിരുന്നാലിരിക്കട്ടെ, ആ സ്വലാത്തു ചൊല്ലിയാൽ ധാരാളം പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊരു കാര്യം നാട്ടിൽ നടപ്പിൽ വരുന്ന, പഴയ കാലം മുതൽക്ക് തന്നെ നടപ്പിൽ വരുന്ന ഒരു കാര്യമാണ്, ദീനിയായ ഒരു കാര്യമാണ്. ഞാൻ അതിനെ കിതാബിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാം ഒരിക്കലും എതിർക്കാനോ വിമർശിക്കാനോ പോകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. തറാവി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നടത്തുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്ർ റമളാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുന്ന ദുആ ഉണ്ടല്ലോ. ആ ദുആ ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു കിതാബിൽ കണ്ടത്. ഒരു കിതാബിൽ ഞാൻ കണ്ട്. അപ്പോ നമ്മൾ നടത്തുന്ന ദുആകളും കാര്യങ്ങളും അത് ഏതെങ്കിലും ഒരു കിതാബിലുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന നിലക്ക് നാം ചോദ്യം ചെയ്യുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത് അത് ഫിത്നക്ക് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കുറവും അറിവ് കുറവും നമ്മൾ അജ്സിനെ മനസ്സിലാക്കുക, എന്റെ കുറവാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തെളിവില്ല, ഞാൻ നോക്കിയ 1-2 കിതാബിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് വെക്കാൻ ആരും പോകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധയോടുകൂടെ നാം മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ദീനിയായ കാര്യങ്ങൾ മാതൃകാപരമായി സേവനം ചെയ്യാനും ആളുകൾക്ക് അതിൽ ഉന്മേഷമുണ്ടാക്കാനും ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്തത് മഹല്ലുകളിൽ ഖതീബുമാരുടെ ഉത്തരവാദിത്തങ്ങളും ജവാബ്ദാരികളും മഹല്ല് ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റീരി തങ്ങളവர்கள் ഇവിടെ ക്ലാസ് അവതരിപ്പിക്കും. അള്ളാഹു തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു താല ഇനിയും ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ നമുക്ക് ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു തരാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ് അസുഖത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ നിവേദിക്ക് വരുമായിരുന്നു. അള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ അസുഖങ്ങളും അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.